ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ മഹത്വം എടുക്കുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാണ്. ഈ പ്രഭാത നിമിഷത്തിൽ നിങ്ങളോട് കൂടി ആയിരിക്കാൻ ദൈവം നൽകിയ വിലയേറിയ സാവകാശത്തിനായി സ്തോത്രം. പാസ്റ്റർ നിശാന്തം ജോർജ്, തൻ്റെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, ഡോക്ടർ ബ്ലെസൻ മേമന, മറ്റെല്ലാ സഹോദരീ സഹോദരന്മാർ ഏവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ ഉത്തരവാദിത്വമുള്ള ഒരു കീ ചർച്ചയായി സ്തോത്രം. ദൈവം നിങ്ങളെ നട്ടിരിക്കുന്ന ആ ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പലർക്കും കഴിയാത്തത്, പലരും ആഗ്രഹിച്ചിട്ട് നടക്കാത്തത്, പലരും സ്തോത്രം ശ്രമിച്ചിട്ട് കഴിയാത്തത് നിങ്ങളിലൂടെ ദൈവം ചെയ്തുകൊണ്ടേയിരിക്കും, ഇനിയും ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. താഴ്മയോടെ വിനയത്തോടെ ദൈവസന്നിധിയിൽ നാം എവരും ഈ തലമുറയിലായിരിക്കുമ്പോൾ അതിരുകളെ വിശാലമാക്കുകയും നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും തിരികെ പിടിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. രാജ്യത്തിൻ്റെ അവസ്ഥകൾ നിങ്ങൾക്കറിയാം. അതിശക്തമായി മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് സംജാതമായിരിക്കുന്നത്. നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് ദൈവദാസന്മാർ പെർസിക്യൂഷനിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ്. സെയിം ടൈം തന്നെ നമ്മുടെ സംസ്ഥാനം മറ്റൊരു സ്തോത്രം ആത്മീയ മൂല്യച്യുതിയിലൂടെയും കടന്നു പോകുമ്പോൾ വളരെ ഭാരത്തോടെ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ വീണ് കിടക്കുവാൻ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. പ്രാർത്ഥന കൊണ്ട് മാത്രമേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. ഈ പുസ്തകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും നേടിയെങ്കിൽ അത് പ്രാർത്ഥിച്ചിട്ടാണ്. നമുക്ക് സ്തോത്രം ആയതിലേക്കായി ദൈവസന്നിധിയിൽ ദേശത്തിൻ്റെ വിടുതലുകൾക്കായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ അവസരം നൽകിയതായ പാസ്റ്റർ നിശാന്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കാട്ട് വേണ്ടത്. ചർച്ചിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. അതേസമയത്ത് ദീർഘവർഷങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് ചില മീറ്റിംഗ് നൽകി ഞാൻ തിരികെ വരുന്ന ദിവസങ്ങളാണ്. പത്തനാപുരംകാരെങ്കിലും ഉണ്ടോ? പത്തനാപുരം, ചെങ്ങന്നൂരുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? ചെങ്ങന്നൂർ, അടിമാലി ആരെങ്കിലും വന്നിട്ടുണ്ടോ? അടിമാലി, സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? മധ്യ തിരുവിതാംകൂർ ഒരു തരം, മധ്യ തിരുവിതാംകൂർ രണ്ട് തരം. സ്തോത്രം. ഓക്കെ. സോ ഈ ഓക്കെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 സെക്ഷൻ കൺവെൻഷൻ, പത്തനാപുരം, ചെങ്ങന്നൂർ, അടിമാലി. വേറെ ഏതോ ഒരു മീറ്റിംഗ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ ഓർമ്മയെന്നാണ് പറയുന്നത്. നിങ്ങളുടെ സെക്ഷൻ കൺവെൻഷന് റാന്നി ഏതാ? അതല്ല, ഞാൻ അസംബ്ലീസ് അക്കോർഡ്. നമ്മൾ അസംബ്ലീസ് അക്കോർഡുകാരല്ലയോ? കോമോൺ പ്രസ്ഥാനത്തോട് കൂറ് പറയോ? ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ വെറുതെ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. കാരണം അടുത്തിരിക്കുന്ന IPC കാരൻ, അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. അപ്പോൾ സ്തോത്രം. പത്തനാപുരം, ചെങ്ങന്നൂർ, അടിമാലി സെക്ഷൻ കൺവെൻഷന് ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളെ പ്രാർത്ഥനയ്ക്കായി പറയുന്നു. അതുപോലെ മധ്യ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ റീജിയൻ്റെ കൺവെൻഷന് എനിക്ക് തോന്നുന്നു ജനുവരി മാസം 1-ാം തീയതി ഞാൻ എത്തുന്നു. ദയവായി ഈ യോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്ലാറ്റ്ഫോമല്ല ഞാൻ എണ്ണിയത്, പകരം നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. എല്ലാവരും ആമേൻ പറഞ്ഞേ. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് ചലിക്കും. അത് സ്തോത്രം. അത് ഷാർജയിൽ ഞാൻ കണ്ടതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്തും നടക്കും. വലിയ ദൈവപ്രവൃത്തി നിങ്ങളിലൂടെയുണ്ട്. ബ്ലെസ്സിനുമായി വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പ്ലാറ്റ്ഫോം സ്തോത്രം അത് ഷെയർ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തത്. ആത്മമണ്ഡലത്തിൽ വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. വലിയവ ദൈവം നിങ്ങൾക്കായി ചെയ്യും. സമയമില്ല, 2 വാക്യങ്ങൾ വേഗത്തിൽ നമുക്ക് വായിക്കാം. ഒന്ന് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം, മറ്റ് യൂദയുടെ ലേഖനം. യൂദയുടെ ലേഖനം ഒരു അധ്യായമല്ലേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം. Open your Bible, Genesis chapter 5 verses 21 to 24 and followed by Jude verse 14 and 15. യൂദയുടെ ലേഖനം 14-15 വായിക്കുന്നതിന് മുൻപ് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്തി വായിക്കാം. വീട്ടിൽ കഴിഞ്ഞ ആഴ്ച വഴക്കുണ്ടാക്കിയതുപോലെ അതേ ശബ്ദത്തിൽ ശബ്ദമുയർത്തി എല്ലാവരും വായിച്ചാട്ടെ. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഹിനെ ജനിപ്പിച്ചു. മെഥൂശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. സെയിം തിങ്. സ്തോത്രം. അതേ ശബ്ദത്തിൽ തന്നെ യൂദയുടെ ലേഖനം 14-15 എന്നീ വാക്യങ്ങൾ കൂടെ വായിച്ച്
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. റെഡി? ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ് സകല നിഷ്ഠൂരവും നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹനോക്കിനെ കുറിച്ചാണ് നാം കേൾക്കുന്നത്. നാം കേൾക്കുന്ന ഈ കുട്ടി ദൂതിൻ്റെ, ഈ കുഞ്ഞു ദൂതിൻ്റെ തലക്കെട്ടതാണ് ലെറ്റ്സ് വാക്ക് വിത്ത് ഗാഡ്. ദൈവത്തോട് കൂടെ നടക്കാം. ശബ്ദമുയർത്തി പറഞ്ഞ എന്താണ്? ദൈവത്തോട് കൂടെ നടക്കാം. ഒരുമിച്ച് പ്രാർത്ഥിച്ച വിശ്വാസ കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി ഇന്ന് പകലും കർത്താവേ അവിടെ നാക്കി തീർത്താട്ടെ. സ്തോത്രം. പ്രസംഗത്തിൻ്റെ ഭോഷത്താൽ ജനത്തെ രക്ഷിപ്പാനും വിടുവിപ്പാനും നടത്തുവാനും ബലപ്പെടുത്തുവാനും കഴിവുള്ള ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വചനത്തിൻ്റെ വാതിൽ അവിടുന്ന് തുറന്നാട്ടെ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ഏഴാമനായ ഹാനോക്കെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ചില വാക്യങ്ങളിൽ തന്നെ പ്രതിപാദിക്കുന്നു. ഏഴാമനായ ഹാനോക്ക് അർത്ഥം പല ഹാനോക്കുമാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല മറിയമാരുണ്ട്, പല യാക്കോബുമാരുണ്ട്, അങ്ങനെ പല ഒരേ പേരിൽ തന്നെ അറിയപ്പെടുന്ന പലരുള്ളപ്പോൾ ഏഴാമനായ ഹാനോക്ക് താൻ ദൈവത്തോട് കൂടെ നടക്കുകയുണ്ടായി. ക്രിസ്തീയ ജീവിതത്തിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് ഓറഞ്ച് പിഴിഞ്ഞാൽ ഓറഞ്ച് ജ്യൂസാണ് കിട്ടുന്നത്. ഗ്രേപ്സ് ആണെങ്കിൽ ഗ്രേപ്സിൻ്റെ ജ്യൂസാണ്. പൈനാപ്പിൾ ആണെങ്കിൽ അതാണ്. ഇതുപോലെ ആത്മീയ ജീവിതത്തിൻ്റെ എസെൻസ്, അതിൻ്റെ സത്ത് എന്ന് പറയുന്നത് വിച്ച് ഈസ് ആബ്സല്യൂട്ട്ലി വാക്കിംഗ് വിത്ത് ഗാഡ് ആൻഡ് ടോക്കിംഗ് വിത്ത് ഗാഡ്. ദൈവത്തോട് കൂടെ നടക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തോട് കൂടെ സംസാരിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. നമുക്ക് പ്രസംഗിക്കാം, പ്രവചിക്കാം, അന്യഭാഷ പറയാം. സ്തോത്രം. ചർച്ചിൽ നാം ഇന്ന് കാണുന്നതായ തലമുറയായി ചിലർ കാണുന്ന ആക്ടിവിറ്റികളെല്ലാം ഉണ്ട്. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യം തൻ്റെ മക്കൾ തന്നോട് കൂടെ നടക്കണം എന്നുള്ളതാണ്. വീഴ്ചയ്ക്ക് മുമ്പ് 2 പേരാണ് മഹത്വത്തിൽ നടന്നത്. ആദമും ഹവ്വയും വീഴ്ചയ്ക്ക് മുമ്പ് മഹത്വത്തിൽ നടന്നു. പക്ഷെ വേദപുസ്തകം ഒരു ട്രാജഡിയുടെ പുസ്തകമല്ലാത്തത് കൊണ്ട് സ്തോത്രം, വേദപുസ്തകം ട്രാജഡിയുടെ പുസ്തകം അല്ലാത്തത് കൊണ്ട് സ്തോത്രം, വേദപുസ്തകത്തിൻ്റെ ആരംഭ പകുതിയിൽ മഹത്വത്തിൽ 2 പേർ നടന്നു. അതിൻ്റെ അവസാനത്തിൽ മഹത്വത്തിൽ എണ്ണിക്കൂടാത്ത വലിയ പുരുഷാരം നടക്കുകയാണ്. വേദപുസ്തകം സ്തോത്രം ട്രാജഡിയുടെ പുസ്തകമല്ല. ഈ ബുക്ക് ആരാണോ ഉയർത്തിയത്, ഈ പുസ്തകത്തിൽ ആരാണോ ആശ്രയിച്ചത്, ആരാണോ പ്രഘോഷിച്ചത്, അവിടെ ലൈഫ് ഒരിക്കലും ട്രാജഡിയാകുകയില്ല. കമോൺ. ദൈവം നിന്നെ വിളിച്ചത് പൊളിക്കുവാനല്ല, ദൈവകൃപയാൽ പണിയുവാൻ വേണ്ടിയാണ്. സ്വായതയിലേക്കായി ലെറ്റ്സ് വാക്ക് വിത്ത് ഗാഡ്. ദൈവത്തോട് കൂടെ നടക്കാം. പുതിയ നിയമത്തിൽ സ്തോത്രം ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച്, ഓട്ടത്തെക്കുറിച്ച്, ഓട്ടം എന്ന മെറ്റഫോർ എന്ന ഉപമാനമായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് ഓട്ടമാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ അത് വായിച്ചിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ക്രിസ്തീയ ജീവിതം ഓട്ടമാണെന്ന് വായിച്ചിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഈ പഞ്ചായത്തിൽ ആരും ബൈബിൾ വായിക്കത്തില്ലയോ? കമോൺ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം സ്തോത്രം ഓട്ടമാണ്. സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ റണ്ണിങ് റേസ് ബട്ട് ഇറ്റ് വാസ് ആബ്സല്യൂട്ട്ലി വാക്കിംഗ് വിത്ത് ഗോഡ്. ദൈവത്തോട് കൂടെ നടക്കുന്നതുമാണ് ക്രിസ്തീയ ജീവിതം. ചില നടപ്പുകൾ നമുക്ക് വേഗത്തിൽ നോക്കാം. നോട്ടുകൾ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. സ്തോത്രം. അത് എന്നിട്ട് ഈ പ്രസംഗം ബാക്കി എല്ലാവരോടും പ്രസംഗിക്കുക. കോപ്പി റൈറ്റ് തന്നിക്കുകയാണ്. ഇത് മാത്രമല്ല, യൂട്യൂബിൽ 3500-ലധികം പ്രസംഗമുണ്ട്. അതും സ്തോത്രം കോപ്പി റൈറ്റ് തന്നിക്കുകയാണ്. സ്തോത്രം പറ. അതെ, ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ശബ്ദം എൻ്റെതായിരിക്കാം, പ്രസംഗം ടീച്ചിങ് ഒന്നും എൻ്റെതല്ല, അതെല്ലാം ദൈവത്തിൻ്റെതാണ്. വചനം ദൈവത്തിൻ്റെതാണ്. സ്തോത്രം. നോക്കണമേ, വിവിധ ക്രമത്തിലുള്ളതായ നടപ്പുകളെക്കുറിച്ച് പുതിയ നിയമത്തിൽ തിരുവചനം പറയുന്നു. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പറയുന്നു. 2 കൊരിന്ത്യർ 5:7 വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 5:7 വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകം പറയുന്നു, പറഞ്ഞേ കാഴ്ചയാലല്ല, പിന്നെ എന്താ? വിശ്വാസത്താലത്രേ നാം നടക്കുന്നത്. ശബ്ദം ഉയർത്തി പറഞ്ഞ എന്തുവാണ് നടക്കേണ്ടത്? വിശ്വാസത്താൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ നടപ്പ് വിശ്വാസത്തിൻ്റെ നടപ്പാണ്. പത്രോസ് സ്തോത്രം കരയിൽ എന്ന പോലെ കടലിലും നടക്കുകയുണ്ടായി. പത്രോസ് നടന്നു. സ്തോത്രം. തിരിച്ച് അവൻ മുങ്ങിയ ശേഷവും യേശു കർത്താവ് തൻ്റെ കൈക്ക് പിടിച്ച് പടകിൽ കയറ്റിയതായി തിരുവചനം പറയുന്നു. അല്ലാതെ അമ്മ ഒക്കത്തെടുക്കുന്നത് പോലെ, കുഞ്ഞിനെ അമ്മ എടുക്കുന്നത് പോലെ യേശു കർത്താവ് പത്രോസിനെ എടുത്ത് ഒക്കത്ത് വെച്ചല്ല തിരികെ
വന്നത്. സ്തോത്രം. വെള്ളത്തിന് മുകളിലൂടെ യേശു കർത്താവ് നടന്നതുപോലെ പത്രോസ് നടന്നു. എന്നെ സംബന്ധിച്ച് യേശു വെള്ളത്തിൽ നടന്നതല്ല അത്ഭുതം. എന്നെപ്പോലെ നിന്നെപ്പോലെ ഉള്ള ഒരു സാധാ മനുഷ്യനെ വെള്ളത്തിൽ യേശു നടത്തിയതാണ് അത്ഭുതം. ഒരിക്കൽ കൂടെ, യേശു വെള്ളത്തിൽ നടന്നതിനേക്കാൾ സാധാ മനുഷ്യനായ പത്രോസിനെ കർത്താവ് നടത്തിയതാണ്. ഇൻ ജീസസ് നെയിം ദൈവകൃപയ്ക്ക് ഞാൻ പറയട്ടെ, നിങ്ങളെ കർത്താവ് ഐശ്വര്യമായി, അത്ഭുതമായി, സൂപ്പർ നാച്ചുറലി നിങ്ങളെ തുറച്ചു നോക്കുന്നവരുടെ മുൻപിൽ കർത്താവ് നടത്തുവാൻ വേണ്ടി പോകുന്നു. വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. സൂപ്പർ നാച്ചുറലി കർത്താവ് അത്ഭുതകരമായി നിങ്ങൾ നടത്തുവാൻ പോകുന്ന വിശ്വാസത്തിൻ്റെ നടപ്പെന്ന് പറയുന്നത് വിച്ച് ഈസ് നോട്ട് നാച്ചുറൽ, അത് സ്തോത്രം സൂപ്പർ നാച്ചുറലാണ്. മീഖായുടെ പ്രവചനം ഈ ഒറ്റ വാക്യം മാത്രമാണ് പഴയ നിയമത്തിൽ ഈ നടപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ തിരുവചനം പറയുന്നു, താഴ്മയോടെ നടക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എങ്ങനെയാണ് നടക്കുന്നത്? താഴ്മയോടെ. ഇതുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നെ നോക്കാത്തത്. സ്തോത്രം. ഞാൻ വിചാരിച്ചു എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എൻ്റെ മുഖത്ത് നോക്കാത്തതെന്ന്. സ്തോത്രം. അപ്പോൾ നമുക്ക് താഴ്മയോടെ നടക്കുന്നു. അടുത്തിരിക്കുന്നവർ നോക്കിയിട്ട് ഒന്ന് നോക്കണം. പട്ടിയും പൂച്ചയും ചിരിക്കല്ല, മനുഷ്യൻ ചിരിക്കും. എന്നിട്ട് പറയണം താഴ്മയോടെ നടന്നോളാം. പറഞ്ഞാട്ടെ, താഴ്മയോടെ. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ഉപയോഗിപ്പാൻ നമ്മളെ തല ചെറുതാകണം. ലെറ്റ് us walk in humility. താഴ്മയോടെ നടക്കുക. അപ്പോൾ വിശ്വാസത്തിൽ നടക്കുന്നു, താഴ്മയോടെ നടക്കുന്നു. സ്തോത്രം. 3 യോഹന്നാൻ 4-ാം വാക്യം പറയുന്നു, വാക്ക് ഇൻ ട്രൂത്ത്. സത്യത്തിൽ നടക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എങ്ങനെ നടക്കുന്നു? സത്യത്തിൽ നടക്കുന്നു. ദൈവം സത്യവാനാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. സ്തോത്രം. സത്യത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അവൻ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും അവൻ നിങ്ങളെ വഴി നടത്തും. നമ്മുടെ കയ്യിലിരിക്കുന്നത് സത്യവേദ പുസ്തകമാണ്. നമ്മൾ ഇതുവരെയും ആരാധിച്ചത്, ഇനി ആരാധിക്കാൻ പോകുന്നതൊക്കെ ആത്മാവിലും സത്യത്തിലുമാണ്. അപ്പോൾ സത്യ ആരാധനക്കാരാണ്. സത്യത്തിന് സാക്ഷിയായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം, എല്ലാറ്റിനും സത്യം പറയുന്നവർ ആയിരിക്കണം ദൈവത്തിൻ്റെ മക്കൾ. ഡോക്ടർ ബില്ലി ഗ്രഹാമിനെ ദൈവം ഉപയോഗിച്ച ഏറ്റവും പരമപ്രധാനമായ കാര്യങ്ങൾ ഒന്ന്, ബില്ലി ഗ്രഹാം അസോസിയേഷൻ എന്നവരുടെ ടീം അവർ ആരംഭിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ സ്തോത്ര കാഴ്ചയെക്കുറിച്ചും ജനക്കൂട്ടത്തെക്കുറിച്ചും ഒരിക്കലും കള്ളം പറയുകയില്ല എന്ന് പറഞ്ഞാൽ 3000 പേരാണ് ഒരു മീറ്റിങ്ങിന് വന്നു എങ്കിൽ ഒരിക്കലും സ്തോത്രം 15,000 എന്ന് നമ്മൾ പറയത്തില്ല. ഇന്ന് എൻ്റെ മീഡിയ ടീം എന്നോട് പറഞ്ഞത്, സ്തോത്രം, എല്ലാ പാസ്റ്റർമാർക്കും ഇപ്പോൾ പരിശുദ്ധാത്മാവില്ലെങ്കിലും മീഡിയ ടീമുണ്ട്. അപ്പോൾ സ്തോത്രം, എൻ്റെ മീഡിയ ടീം എന്നോട് പറഞ്ഞത് ഈ ഈഗിൾ ഐ എന്ന് പറയുന്ന മറ്റോ ആണ് പറഞ്ഞത്. അങ്ങനെ ഒരു ക്യാമറയുണ്ട്, അത് വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഉപയോഗം എന്താ? സ്തോത്രം. അപ്പോൾ പറഞ്ഞു, അത് വെച്ച് ഇങ്ങനെ ഫോട്ടോ എടുത്താൽ കൂടുതൽ ആൾക്കാരുള്ളതുപോലെ തോന്നും. അങ്ങനെയുള്ള പല തന്ത്രങ്ങൾ കൊണ്ടാണ് പലർ ശുശ്രൂഷിക്കുന്നതെന്ന് ദുഃഖത്തോടെ പറയട്ടെ. തന്ത്രം കൊണ്ടല്ല ശുശ്രൂഷിക്കേണ്ടത്, വെളിപ്പാട് കൊണ്ടാണ് ശുശ്രൂഷിക്കേണ്ടത്. എന്നാൽ ബില്ലി ഗ്രഹമാണെങ്കിൽ അങ്ങനെ ഒരു ക്യാമറ മേടിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞു, മോനെ താങ്ക്സ് എടാ, നിന്നെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. സ്തോത്രം. നോക്ക്, അപ്പോൾ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയം, നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ മതി. അപ്പോൾ സ്തോത്രം. അപ്പോൾ നോക്ക്, ബില്ലി ഗ്രഹം പറഞ്ഞു, ഞങ്ങൾ ക്രൗഡിനെ മൾട്ടിപ്ലൈ ചെയ്യത്തില്ല, സ്തോത്ര കാഴ്ച ഡിവൈഡ് ചെയ്യത്തുമില്ല. ഒരിക്കൽ കൂടെ, ക്രൗഡിനെ മൾട്ടിപ്ലൈ ചെയ്യത്തില്ല. അയ്യോ ഇത്രേ കിട്ടിയുള്ളൂ സിസ്റ്ററെ, ഇത്രേ കിട്ടിയുള്ളൂ അമ്മാമേ എന്ന് പറഞ്ഞ് സ്തോത്രക്കാഴ്ച ഡിവൈഡ് ചെയ്യത്തുമില്ല. സത്യത്തിൽ നടക്കണം. അതുകൊണ്ടാണ് മാനവ ചരിത്രത്തിൽ മറ്റ് ഏതൊരു വ്യക്തിയെക്കാളും ബില്ലി ഗ്രഹാമിൻ്റെ ശബ്ദം സ്തോത്രം സുവിശേഷമായി ഇന്നും ദൈവകൃപയാൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്ര വിശ്വാസത്തിൽ നടക്കുന്നു, താഴ്മയിൽ നടക്കുന്നു, സത്യത്തിൽ നടക്കുന്നു. 1 യോഹന്നാൻ 1:7 പറയുന്നു, സ്തോത്രം, വെളിച്ചത്തിൽ നടക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ് നടക്കുന്നത്? വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ മറയ്ക്കാനൊന്നുമില്ല. കർത്താവ് യേശു ക്രിസ്തു 12 അപ്പോസ്തലന്മാരുടെ മുൻപിൽ നിന്ന് സ്തോത്രം, അതേ വസ്ത്രം മാറി, അതേ അരികിൽ തൂവാല ചുറ്റി, സ്തോത്രം, അവിടെ പാദം കഴുകി. ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ച വസ്ത്രം മാറി എന്ന് കേട്ടപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചു, എന്തിനാ ഇത് ചെയ്തേ? ആ പറഞ്ഞു, സുരേഷ്, എൻ്റെ ലീഡേഴ്സിൻ്റെ മുമ്പിൽ എനിക്ക് മറയ്ക്കാനൊന്നുമില്ല. കം ഓൺ, പവർഫുൾ. സ്തോത്രം. എൻ്റെ ലീഡേഴ്സിൻ്റെ മുമ്പിൽ നത്തിങ് ടു ഹൈഡ്, എനിക്ക് മറയ്ക്കാൻ ഒന്നുമേ ഇല്ല. സ്തോത്രം. നമ്മൾ ഈ ഫോൺ വാങ്ങുമ്പോൾ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയേക്കാൾ ഏറ്റവും വലിയ പാസ്വേഡ് ഇട്ട് നമ്മളതിനെ ലോക്ക് ചെയ്തിട്ടാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. കാര്യം എന്താണെന്നറിയോ? സ്തോത്രം, നമുക്ക് മറയ്ക്കാൻ ഏതാണ്ടുണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക്, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് അറിയത്തില്ലെങ്കിൽ ഹത്തം ഹോകയാ.
സ്തോത്രം. അതെ, നിങ്ങൾക്ക് ഏതാണ്ട് മറയ്ക്കാനുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഉടായിപ്പുകളും ഇന്ന് പകൽ ദൈവകൃപയാൽ വിട്ടുമാറട്ടെ. പകരം സ്തോത്രം, അതെ, അത് ഡിക്ഷണറിയിലുള്ള വാക്കല്ല. സ്തോത്രം. കാരണം നമ്മൾ എങ്ങനെയാണ് നടക്കേണ്ടത്? വെളിച്ചത്തിലാണ് നടക്കേണ്ടത്. സ്തോത്രം. ദേഷ്യമുള്ള ആമേൻ പറഞ്ഞാട്ടെ. യെസ്, കുറച്ച് പേർക്ക് ദേഷ്യമുണ്ട്, എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. സ്തോത്രം. വീണ്ടും എനിക്ക് പറയാനുള്ളത് 2 കൊരിന്ത്യർ ലേഖനം 2:14 വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 2:14 വായിക്കുമ്പോൾ ജയോത്സവമായി ദൈവം നമ്മെ നടത്തുന്നു. ജയോത്സവമായി നടത്തുന്നു. അതിൻ്റെ അർത്ഥം തോറ്റിട്ടല്ല നിങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ബാറ്റിൽസ് ഉണ്ട്, നിങ്ങൾക്ക് യുദ്ധങ്ങളുണ്ട്, നിങ്ങൾക്ക് ചാലഞ്ചസ് ഉണ്ട്. ദുഷ്ടനായ സാത്താനുണ്ട്, ദുഷ്ടനായ മനുഷ്യനുണ്ട്, പല വേലിയേറ്റങ്ങൾ പോലെ, സുനാമികൾ പോലെ പല വെല്ലുവിളികളുണ്ട്. പക്ഷേ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിനോട് കൂടെ നടക്കുന്നതായ സമയത്ത് ബ്ലസം പാടിയതുപോലെ, സ്തോത്രം, യേശുവിനോട് കൂടെ നടക്കുന്നതായ സമയത്ത് ഒരു ഭയവുമില്ല. കാരണം യുദ്ധം നിൻ്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതും, നിന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കും. നീ അവൻ്റെ കാര്യം നോക്കുമ്പോൾ അവൻ നിൻ്റെ കാര്യം നോക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ തോറ്റ് നടക്കത്തില്ല, തല കുനിഞ്ഞ് നടക്കത്തില്ല. ചെറിയ യുദ്ധം ചെറിയ ജയം, വലിയ യുദ്ധം വലിയ ജയം, എന്നും യുദ്ധം എന്നും ജയം. ഇഫ് യു ബോൺ അഗെയിൻ, യു ജസ്റ്റ് ബോൺ ഫോർ വിക്ടറി. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു എങ്കിൽ ജയിപ്പാനായി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. റോമ പടയാളികൾ, റോമ സൈന്യം മറ്റു ടെറിട്ടറികളിലേക്ക്, മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നുപോയി അവിടുത്തെ രാജാവിനെ കൊന്ന്, അല്ലെങ്കിൽ രാജാവിനെ തടവുകാരനായി പിടിച്ച്, സ്തോത്രമായി യുദ്ധം ജയിച്ച ശേഷം റോമ തെരുവിലൂടെ നടക്കുന്ന അവരൊരു മാർച്ചുണ്ട്. അതിൻ്റെ പേരാണ് സ്തോത്രം വിക്ടറി മാർച്ച്, വിക്ടറി പരേഡ്. എക്സാക്ട്ലി അതുപോലെയാണ് സ്തോത്രം പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. അതേ, റോമ സൈന്യത്തിന് സ്തോത്രം അതേ വല്ലപ്പോഴുമാണ് പല വർഷങ്ങൾ, ചിലപ്പോൾ പല വർഷം ഒരുമിച്ച് കൂടുമ്പോഴാണ് വിക്ടറി പരേഡ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഷാർജയിൽ, UAE അല്ലെങ്കിൽ നാട്ടിൽ നിങ്ങൾ എവിടെയാണോ പോകുന്നത്, എല്ലാ ദിവസവും നിങ്ങൾക്ക് വിക്ടറി പരേഡാണ്. എക്സൈറ്റഡ്. എല്ലാ ദിവസവും ക്രിസ്തുവിൽ നമ്മെ എങ്ങനെ നടത്തുന്നു? ജയോത്സവമായി നടത്തുന്ന കർത്താവ്. നിങ്ങളുടെ ബോസിൻ്റെ മുമ്പിൽ, നിങ്ങളുടെ സഹപ്രവർത്തകരുടെ നടുവിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് നിങ്ങൾ തോറ്റുപോകത്തില്ല. ആയിരക്കണക്കിന് ജനം ഈ രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് തോറ്റു മടങ്ങിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കർത്താവ് എഴുതിയിട്ടില്ല. നിങ്ങൾ ഈ രാജ്യത്തെ ദൈവകൃപയാൽ തല ഉയർത്തി ജയിച്ചിട്ട് മാത്രമേ നടക്കത്തുള്ളൂ. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ തല കുനിയത്തില്ല, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ തല ഉയർന്നിരിക്കും. കാരണം സ്തോത്രം, സ്വർഗത്തിൽ നിനക്കൊരു നല്ല അപ്പനുണ്ട്. അപ്പൻ തോറ്റിട്ടില്ല, അതുകൊണ്ട് മക്കളും തോക്കത്തില്ല. നാട്ടിൽ നിങ്ങൾ വരുമ്പോൾ, പണ്ട് SFIയിലും KSCയിലും ഒക്കെ നമ്മളായിരുന്നപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ട്, തോറ്റിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ കാര്യം എങ്ങനെ ഇയാൾ അറിഞ്ഞു എന്ന് ചിലർ എന്നെ തുറിച്ചു നോക്കി. സ്തോത്രം. അതെ, അത് അവരല്ല വിളിക്കേണ്ടത്, KSCനും SFIക്കും ഉള്ളതല്ല. പകരം കർത്താവിനോട് കൂടെ നടക്കുന്നവരായിരുന്നു യഥാർത്ഥത്തിൽ പറയേണ്ടത്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് തോൽക്കാനല്ല, ദൈവം നിന്നെ വിളിച്ചത് അവഹേളിക്കപ്പെടാനല്ല, അപമാനിക്കപ്പെടാനല്ല. ക്രിസ്തു യേശുവിൽ ജയോത്സവമായി വഴി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം എന്നും എപ്പോഴും എവിടെയും എല്ലാ വിഷയങ്ങളിലും ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 5:2 പറയുന്നു, വാക്ക് ഇൻ ലവ്, സ്നേഹത്തിൽ നടക്കണം, സ്നേഹത്തിൽ നടക്കണം. എനിക്ക് നിങ്ങളുടെ ആ പരിപാടികൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്തോത്രം. എനിക്ക് അതുപോലെ ഒരു ഡയറി വേണം, എനിക്ക് എല്ലാവർക്കും പ്രിന്റ് ചെയ്ത് കൊടുക്കാനാണ്. സ്തോത്രം. അതെ, നോക്കണമേ, പൈസ തരാം, ഡോണ്ട് വറി. സ്തോത്രം. അപ്പോൾ നോക്കണമേ, ഇവരാരും പൈസ കൊടുത്ത്, നിങ്ങൾ ആരെങ്കിലും പൈസ കൊടുത്തൊന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. അതെ, നോക്ക്. അപ്പോൾ സ്തോത്രം, സ്നേഹത്തിൽ നടക്കണം. നിങ്ങൾ സഭായോഗത്തിന് വന്ന I love you എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ തിരുവനന്തപുരത്ത് എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ട്രിവാൻഡ്രത്ത് നിന്ന് I love you എന്ന് പറഞ്ഞാൽ വാ തന്നെ. Come on. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി മാറി ബ്ലസ്സിനെ, റിയലി. ഞാൻ പണ്ടത്തെ പോലെയല്ല, ഞാൻ ഒത്തിരി മാറി, റിയലി. സ്തോത്രം. എന്നെ അറിയാതെ കർത്താവ് മാറ്റുകയാണ്. അപ്പോൾ സ്നേഹത്തിൽ നടക്കണം. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ട് സ്നേഹത്തിൽ നടക്കണം. സ്നേഹത്തിൽ നടക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം മഷി കൊണ്ടല്ല എഴുതിയത്. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം മഷി കൊണ്ടല്ല എഴുതിയത്. ഇത് പ്രമാണമാണ്, ചട്ടമാണ്, ഇത് വലിയ മറ്റേതാണ് എന്നൊക്കെ ചിലർ നിങ്ങളിങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. കള്ളമാണ്. ഇത് മുഴുവൻ സ്നേഹമാണ്. ഈ പുസ്തകം മുഴുവൻ എഴുതിയത് സ്നേഹമാണ്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരായിരിക്കണം ദൈവമക്കള്. ഹല്ലേലൂയ. സ്തോത്രം. ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. പകരം സ്തോത്രം, മറ്റുള്ളവരെ കണ്ടാൽ ചിരിക്കണം, മറ്റുള്ളവരെ കണ്ടാൽ സ്നേഹിക്കണം, അവരോട് സംസാരിക്കണം.
ചിലരെ യേശു ചിരിച്ചാൽ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കള്ളമാണ്. അതെല്ലാം പരീശനാണ്, അതെല്ലാം മതമാണ്. അത് വേറൊരു പ്രസംഗം എല്ലാം പറഞ്ഞാൽ നിഷാന്ത് പാസ്റ്റർ എന്നെ വിളിക്കത്തില്ല, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം അത് പറഞ്ഞു തരാം. സ്തോത്രം. ഒന്നുകിൽ നിങ്ങൾ മതത്തിലായിരിക്കും, ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലായിരിക്കും. ഒന്നുകിൽ നിങ്ങൾ പെന്തിക്കോസ്ത് ഫാരസി ആയിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോടു കൂടെ നടക്കുന്നവരായിരിക്കും. നിങ്ങൾ ആത്മാവിൽ ദൈവത്തോടു കൂടെ നടക്കുന്നവരെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൻ്റെ ജനമായിരിക്കും. ഇൻ ജീസസ് നെയിം. അതുകൊണ്ട് നമ്മൾ എങ്ങനെ നടക്കണം? ലെറ്റ്സ് വാക്ക് ഇൻ ലവ്. എഫെസ്യർ 5:2 ഞാൻ ഓൾറെഡി പറഞ്ഞു. ദൈവത്തോട് അതേ സ്നേഹത്തിൽ നടക്കാം. കൊലോസ്യർ 1:10 വായിക്കുമ്പോൾ പ്ലീസ് ഇൻ ദ ഹാർട്ട് ഓഫ് ഗാഡ്, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടക്കുക. എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടക്കുക? നിശാന്ത് പാസ്റ്ററിന് ഇഷ്ടപ്പെട്ടോ, സഹോദരിക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇതല്ല എൻ്റെ അജണ്ട. വിളിച്ച കർത്താവിന് ഇഷ്ടപ്പെട്ടോ? ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത്, ഞാൻ ശുശ്രൂഷിക്കുന്നത് ഡീക്കനും ഡീമനും ഇഷ്ടപ്പെട്ടോ എന്നല്ല, കർത്താവിന് ഇഷ്ടപ്പെട്ടോ. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമുക്ക് നടക്കാം. അതിൻ്റെ അർത്ഥം ഇതാണ്. ആക്ച്വൽ ഓഡിയൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഭൂമിയിലല്ല. നമ്മുടെ യഥാർത്ഥ ഓഡിയൻസ് ശ്രദ്ധിക്കണം. നമ്മുടെ യഥാർത്ഥ ഓഡിയൻസ് ഭൂമിയിലല്ല, നമ്മുടെ യഥാർത്ഥ ഓഡിയൻസ് ഹെവനാണ്. ഹെവൻ ഈസ് മൈ ആക്ച്വൽ ഓഡിയൻസ്. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടക്കുക. സ്തോത്രം. റോമർ 13:13 പറയുന്നു, സ്തോത്രം, മര്യാദയിൽ നടക്കുക, മര്യാദയിൽ നടക്കുക. റോമർ 13:13 മര്യാദയിൽ നടക്കുക. ഞാൻ ഒരിക്കൽ എങ്ങാണ്ട് യാത്ര ചെയ്യാൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തപ്പോൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു പാസ്റ്ററും ഭാര്യയും കൂടെ അമേരിക്കയിൽ പോവുകയാണ്. അപ്പോൾ എന്നെ കണ്ട് പുറത്ത് നിന്ന് പറഞ്ഞു അമേരിക്കയിൽ പോവുകയാണ്. സ്തോത്രം. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്ന ആ ഏരിയയിലേക്കൊന്ന്, എമിഗ്രേഷൻ്റെ ഏരിയയിലേക്ക് വന്ന് ചെക്ക് ഇൻ ചെയ്യുന്ന ഏരിയയിൽ എമിഗ്രേഷനിലൊക്കെ വന്നപ്പോഴേക്കും ഇവർ രണ്ടുപേരും അങ്ങ് വീൽ ചെയറിൽ കയറിയിരുന്നു. അപ്പോൾ അതുവരെ നന്നായിട്ട് നടന്നു വന്നവരാണ്. സ്തോത്രം. അതെ. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി, കർത്താവ് എങ്ങനെയാണ് ഈ കൊല്ലംകാരെ അയ്യോ, ഞാൻ അറിയാതെ, ഞാൻ ഒരു സ്തോത്രം, ഞാൻ നിഷ്കളങ്കനായതുകൊണ്ട് ഇങ്ങനെ അറിയാതെ കാര്യങ്ങൾ വരും. കഴിവതും വരെ പേര് പറയാതിരിക്കാൻ ഗുണം ശ്രമിക്കാം. സ്തോത്രം. അതെ. ഞാൻ ചിന്തിച്ച് എങ്ങനെയാണ് ഇവർ എത്രയും പെട്ടെന്ന് അതെ സ്തോത്രം വീൽ ചെയറിൽ കയറിയത്. വീൽ ചെയറിലായി. അപ്പോൾ എല്ലാവരെയും, ബാക്കിയുള്ള എല്ലാവരെയും ഓവർടേക്ക് ചെയ്ത് പോകാൻ വേണ്ടി വീൽ ചെയറിൽ വരികയാണ്. സ്തോത്രം. അപ്പോൾ ചെക്ക് ഇൻ ഏരിയയിൽ വീൽ ചെയറിലാണ്, പെട്ടെന്ന് എമിഗ്രേഷൻ വീൽ ചെയറിനാണ്. എല്ലാം കഴിഞ്ഞ അവസാനം സ്തോത്രം അതെ ബോർഡിംഗ് ഗേറ്റിൻ്റെ അരികിലെത്തിയപ്പോഴേക്കും സ്തോത്രം എന്തോ മാൻപേടയ്ക്ക് തുല്യമായ കാലുകളോടെ രണ്ടുപേരെ ഓടി നടക്കുന്നത് കണ്ടു. സ്തോത്രം. ഖമാൺ. അങ്ങനെയല്ല വചനം പറയുന്നത്. പാസ്റ്ററാണ്, അതും ഡിസ്ട്രിക്ട് പാസ്റ്റർ എന്നാണ് പറയുന്നത്. ഖമാണ്. സ്തോത്രം. അങ്ങനെയല്ല നിങ്ങൾ നടക്കുന്നത്. കൈ ഉയർത്തണ്ട. ആ പരിപാടി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തണ്ട. റോമർ 13:13 പറയുന്നു, സ്തോത്രം, അതെ മര്യാദ പ്രകാരം നടക്കണം. ഹല്ലേലൂയ. മര്യാദ വേണം. കാരണം ദേശത്തിൻ്റെ നടുവിൽ നമുക്ക് എന്തോ ആയിരിക്കണം? മറ്റുള്ളവർ മുമ്പിൽ മര്യാദ വേണം. എന്തോ മൗനമായിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സ്തോത്രം. മര്യാദയിൽ നടന്നാട്ടെ. വീണ്ടും എഫെസ്യർ 4:1-2 പറയുന്നു, worthy of calling. നമ്മുടെ വിളി അനുസരിച്ച് നടക്കണം. നമുക്കൊരു വിളി അനുസരിച്ച് നടക്കണം. ദൈവം നമ്മെ വിളിച്ചതായ വിളിയുണ്ട്. 5-fold calling നിങ്ങൾക്കറിയാം. അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ. അപ്പോസ്തലൻ, പ്രവാചകൻ, പിന്നെ ഉപദേശിയോ? സ്തോത്രം. അതെ. അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. 5 calling ഉണ്ട്. സ്തോത്രം. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ മേലും വിളിയുണ്ട്. വിളിയിൽ നിന്നില്ലെങ്കിൽ ജീവിതം നിലവിളിയാകും. ആരേലും സ്തോത്രം പറയുമെന്ന് വിചാരിച്ചു. വിളിയിൽ നിന്നില്ലെങ്കിൽ ജീവിതം നിലവിളിയാകും. അതുകൊണ്ട് പുതിയ നിയമത്തിലെ യോന ആകാതിരിപ്പാൻ സ്തോത്രം വിളി അനുസരിച്ച് നമുക്ക് ജീവിക്കാം. ഈ മുന്നിലിരിക്കുന്ന ഈ ഗുണ്ടകൾ അല്ല, പിള്ളേര്, ഈ മുന്നിലിരിക്കുന്ന കുട്ടികൾ, മക്കളെ അങ്കിളെ നോക്കിയേ. സ്തോത്രം. അതെ. ഈ കുഞ്ഞുങ്ങൾ അവരിപ്പോൾ എന്നെ നോക്കും. ഐസ്ക്രീം ഉണ്ടല്ലോ, ഐസ്ക്രീം. ദൈവം നിന്നെ ഐസ്ക്രീമായി വിളിച്ചിരിക്കുന്നെങ്കിൽ അടങ്ങി ഒതുങ്ങി ഫ്രിഡ്ജിലിരിക്കണം. ഇല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ പായസം കുടിക്കാം. അപ്പോൾ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ഐസ്ക്രീം ആണെങ്കിൽ എന്ത് ചെയ്യണം? അടങ്ങി ഒതുങ്ങി റെഫ്രിജറേറ്ററിൽ, ഫ്രിഡ്ജിലിരിക്കണം. ഇല്ല, ദൈവം നിന്നെ പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസ്ലൈനായി വിളിച്ചിരിക്കുന്നെങ്കിൽ അടങ്ങി ഒതുങ്ങി ആ ടാങ്കിൽ കിടന്നോളാം. ശരിയല്ലേ? ഇതുപോലെ എന്തിനായിട്ടാണോ കിങ്ഡത്തിൽ ദൈവസഭയിൽ ദൈവം വിളിച്ചിരിക്കുന്നത്, അതനുസരിച്ചാണ് നമ്മുടെ ലൈഫിനെ നമ്മൾ ക്രമീകരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഡ്രസ്സ് ചെയ്യുന്നത്, ലൈഫിനെ ക്രമീകരിക്കുന്ന മുഴുവൻ ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ കോളിംഗ്. സ്തോത്രം. കള്ളനെ പോലെ അല്ലല്ലോ പോലീസുകാരൻ ജീവിക്കുന്നത്.
കമാൺ, സ്തോത്രം. സോ വിളി അനുസരിച്ച്, നമ്മുടെ കോളിംഗ് അനുസരിച്ചാണ് ദൈവകൃപയാൽ ജീവിക്കുന്നത്. സ്തോത്രം. അതെ, അങ്ങനെ തന്നെ. അതെ, നമ്മുടെ വിളി അനുസരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. സ്തോത്രം. സോ വിശ്വാസത്തിൽ നടക്കുന്നു, താഴ്മയിൽ നടക്കുന്നു, സത്യത്തിൽ നടക്കുന്നു, വെളിച്ചത്തിൽ നടക്കുന്നു. പറ എഴുതിയെടുത്തവർ പറ ഒരിക്കൽ കൂടെ. വിശ്വാസത്തിൽ നടക്കുന്നു, പിന്നെ താഴ്മയിൽ നടക്കുന്നു, സത്യത്തിൽ നടക്കുന്നു, വെളിച്ചത്തിൽ നടക്കുന്നു, ജയത്തിൽ നടക്കുന്നു, സ്നേഹത്തിൽ നടക്കുന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചും കൊണ്ട് നടക്കുന്നു. സ്തോത്രം. മര്യാദ പ്രകാരം നടക്കുന്നു, വിളി അനുസരിച്ച് നടക്കുന്നു. അവസാനമായി പറയട്ടെ, സ്തോത്രം. ജഡപ്രകാരമല്ല, ആത്മാവിൽ നടക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾ നിവർത്തിക്കുകയില്ല. സ്തോത്രം. ശബ്ദമുയർത്തി വായിക്കുക. ഏതായാലും ചക്കാത്തിൽ ഇതെല്ലാം കാണിച്ചു തരിക. ഇങ്ങനെ കാണിക്കുന്ന ഒരു ചർച്ച ഉണ്ടെങ്കിൽ ആരും വേദപുസ്തകം വായിക്കത്തില്ല. സ്തോത്രം. കാരണം എല്ലാം ഇവിടെ വരുമ്പോൾ ഡിസ്പ്ലേ ചെയ്യുമല്ലോ. സ്തോത്രം. എനിക്കൊരു മമ്മിയുണ്ട്. എൻ്റെ മമ്മിക്ക് 86 വയസ്സിലധികം പ്രായമായി. എൻ്റെ മമ്മി, എൻ്റെ തമ്പുരാനെ, മമ്മി ടീച്ചറാ. 8-ാം ക്ലാസ്സിൽ എൻ്റെ ടീച്ചറായിരുന്നു മമ്മി. 8-ാം ക്ലാസ്സിൽ മമ്മി ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, സഭ മഹോദ്രവത്തിലൂടെ കടന്നു പോകും. കാരണം വീട്ടിൽ മാത്രമല്ല, സ്കൂളിലും അടിയാണ്. എൻ്റെ മമ്മി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എൻ്റെ പപ്പ ഇവിടെ അഡ്നോക്കിൽ ജോലി ചെയ്യുമായിരുന്നു. സ്തോത്രം. പപ്പ ദീർഘവർഷങ്ങൾ അപ്പോൾ മമ്മിയുടെ കസ്റ്റഡിയിലായിരുന്നു ഞാൻ വളർന്നത്. എൻ്റെ സ്തോത്രം, എൻ്റെ കാലം എന്നെക്കാളും 10 വയസ്സ് കഴിഞ്ഞിട്ടാണ് എൻ്റെ സഹോദരിയും സഹോദരനും ഉണ്ടാകുന്നത്. അവരുടെ കാലം ശലോമോൻ്റെ കാലം പോലെ സമാധാന കാലവും, എൻ്റെ കാലം യുദ്ധകാലം പോലെ, ദാവീദിന്റെ കാലം പോലെ യുദ്ധകാലമായിരുന്നു. റിയലി അവർ സൂഹിച്ചു. അവർക്ക് പിള്ളേരെന്ന് ഇപ്പോഴും അവർ പിള്ളേരാ, അവർ സൂഹിക്കുക. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല. എനിക്ക് ചപ്പാത്തിക്ക് മാവ് കിടക്കുന്ന പോലെ മമ്മി എന്നെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് വളർത്തിയതാണ്. അപ്പോൾ രാത്രി ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു വാക്യം വിത്ത് റെഫറൻസ് കാണാതെ പറയണമായിരുന്നു. എന്തോ അപരാധം പറഞ്ഞതുപോലെയാണല്ലോ. രാത്രി ഒരു വാക്യം കാണാതെ പറഞ്ഞാൽ, വിത്ത് റെഫറൻസ് കാണാതെ പറഞ്ഞാലേ എനിക്ക് ഭക്ഷണം തരത്തുള്ളൂ. എനിക്ക് 900 വാക്യം പണ്ടറിയായിരുന്നു. സ്തോത്രം. CSIയിലായിരിക്കുമ്പോൾ തന്നെ 10-ാം ക്ലാസ് ഒരു 900 വേഴ്സസ്. അപ്പം നമ്മൾ ഈ സൺഡേ സ്കൂളിൻ്റെ വാക്യ മത്സരത്തിനും മറ്റുമൊക്കെ നിൽക്കുമ്പോൾ അവരിങ്ങനെ പറയും, സുരേഷേ നീ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിൽക്കത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? എന്തിനാ ചുമ്മാ സമയം കളയുന്നത്. സ്തോത്രം. കഴിഞ്ഞ ഇടയ്ക്കും അവിടുത്തെ CSI പള്ളിയിൽ ചെറിയൊരു ഫെലോഷിപ്പ് മീറ്റിങ്ങിന് പോയപ്പോൾ അവർ പറഞ്ഞു, നീ ഹോസ്പിറ്റലായപ്പോഴാണ്, ഒരു ചേച്ചി വന്നിട്ട് പറയുക, നീ ഹോസ്പിറ്റലായപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. റിയലി. സ്തോത്രം. അപ്പോൾ ദൈവകൃപയാൽ സ്തോത്രം. ഞാൻ പറയുന്നത്, അപ്പോൾ എന്താണ്, നിങ്ങൾ വാക്യം വായിക്കണം. പുസ്തകമായി വായിക്കണം, അധ്യായമായി വായിക്കല്ല. പിന്നെ എങ്ങനെ വായിക്കണം പറഞ്ഞാട്ടെ? പുസ്തകമായിട്ട് വായിക്കണം. സ്തോത്രം. സോ വിവിധ ക്രമത്തിലുള്ള നടപ്പുകളെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. വിവിധ ക്രമത്തിലുള്ള നടപ്പുകൾ. ഒരിക്കൽ കൂടെ വേഗത്തിൽ പറഞ്ഞ് പെട്ടെന്ന് ആ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരട്ടെ. നമുക്ക് സമയമില്ല. എല്ലാ ക്ലോക്കും വാച്ചും ഒക്കെ നിൽക്കട്ടെ. വിശ്വാസത്തിൽ നടക്കുന്നു, പിന്നെ താഴ്മയിൽ നടക്കുന്നു, സത്യത്തിൽ നടക്കുന്നു, വെളിച്ചത്തിൽ നടക്കുന്നു, ജയത്തിൽ നടക്കുന്നു, സ്നേഹത്തിൽ നടക്കുന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചും കൊണ്ട് നടക്കുന്നു, മര്യാദ പ്രകാരം നടക്കുന്നു, വിളി അനുസരിച്ച് നടക്കുന്നു. സ്തോത്രം. അതേ, ആത്മാവിൽ നടക്കുന്നു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. സോ ഇത് ഇൻട്രഡക്ഷനാണ്. ഒരു മനുഷ്യൻ ഇവണ്ണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തോട് കൂടെ നടന്നു. അവൻ്റെ പേരാണ് ഹാനോക്ക്. ആദാം ദൈവത്തോട് കൂടെ നടന്നതിന് ശേഷം വേദപുസ്തകം പറയുന്നത്, ഈ പാപം കൊണ്ട് നിറയപ്പെട്ട ലോകത്ത് അപ്പോസ്റ്റസി, വിശ്വാസത്യാഗത്തിൻ്റെ ടൈമിൽ, സ്തോത്രം, ഒരു മനുഷ്യൻ മാത്രം ദൈവത്തോട് കൂടെ നടക്കുകയാണ്. സാധാരണ സമൂഹത്തിൻ്റെ ട്രെൻഡ് എന്താണോ അതനുസരിച്ച് നടക്കുന്ന വ്യക്തികളാണ് സാധാരണ ആൾക്കാർ. സമൂഹത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയാണോ ആ ഒഴുക്കനുസരിച്ചാണ് എല്ലാവരും ഒഴുകുന്നത്. പക്ഷേ ഈ മനുഷ്യൻ ഒഴുക്കിന് എതിരെ നീന്തുന്നവനെ പോലെ, ഒരിക്കൽ കൂടെ, ഒഴുക്കിനെതിരെ നീന്തുന്നവനെ പോലെ അവൻ ദൈവത്തോട് കൂടെ നടന്നു. നാട്ടുകാരെ പോലെ നടക്കല്ല. കേട്ടവരാമേൻ പറഞ്ഞേ. ദൈവമില്ലാത്ത ബന്ധുക്കളെ പോലെ, സുഹൃത്തുക്കളെ പോലെ നടക്കല്ല. പകരം ദൂതിതാണ് ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. യു ഷുഡ് വാക്ക് വിത്ത് ഗാഡ്. ദൈവത്തോട് കൂടെ നടക്കുക. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് എന്ന പദത്തിനർത്ഥം ടീച്ചർ എന്നാണ്. സ്തോത്രം. അധ്യാപകൻ എന്നാണ്. ദ മീനിങ് ഓഫ് വേർഡ് ഈനോക്ക് മീൻസ് ടീച്ചർ. ദാറ്റ് മീൻസ് there are certain lessons we can learn from the life of Enoch. ഹാനോക്കിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പല പാഠങ്ങളെ നമുക്ക് സ്തോത്രം ഉൾക്കൊള്ളുവാൻ ഗുണം കഴിയും. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട് അവനിൽ നിന്ന് പഠിപ്പാൻ പല പാഠങ്ങൾ ഉണ്ട്. ദൈവത്തോട് കൂടെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ 5th ഗോസ്പൽ ആയിരിക്കും.
ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ദൈവത്തോട് കൂടെ നടന്നാൽ നിങ്ങൾ 5-ാം സുവിശേഷമായിരിക്കും. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ എഴുതപ്പെട്ട സുവിശേഷമുണ്ട്. എന്നാൽ ദൈവത്തോട് കൂടെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ജീവിക്കുന്ന സുവിശേഷമാകുന്നു. ഹല്ലേലൂയ. 4 സുവിശേഷം വായിച്ചറിയാത്തവൻ നിങ്ങളുടെ ജീവിതം 5-ാം സുവിശേഷമാകുന്ന നിങ്ങളെ കണ്ടറിയട്ടെ. നാട്ടുകാർ കണ്ടറിയട്ടെ. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ ജീവിതം കണ്ട് പറയട്ടെ, നിന്റെ യേശുവിനെ എനിക്ക് വേണം. നിന്റെ യേശു സ്നേഹത്തിൻ്റെ ദൈവമാണ്. നിന്റെ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിന്റെ യേശു സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ ദൈവമാണ്. കമോൺ കമോൺ കമോൺ. മൗനമായിരുന്ന സമയം കഴിഞ്ഞു. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ സ്തോത്രം. ഒരു 5-ാം സുവിശേഷമാകട്ടെ. സെന്റ് ഫ്രാൻസിസ് അസീസി എന്ന പേരുള്ള ദൈവദാസൻ പറഞ്ഞു, സെന്റ് ഫ്രാൻസിസ് അസീസി preach the gospel, if necessary use words. സ്തോത്രം. preach the gospel, if necessary use words. സുവിശേഷം പ്രസംഗിക്ക്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകളെ ഉപയോഗിക്കുക. ഒരിക്കൽ കൂടെ, സുവിശേഷം പ്രസംഗിക്ക്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകളെ ഉപയോഗിക്കുക. അതിനർത്ഥം സുവിശേഷം വിളിച്ച് ശബ്ദത്തിൽ പറയുന്നതിനേക്കാൾ എത്രയോ പ്രൊഫൗണ്ടാണ്, എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് സ്തോത്രം അതെ ജീവിച്ച് കാണിക്കുന്നത്. ഞാൻ ഒത്തിരി പേരൊക്കെ പലരെ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് ഒന്നാണ്, അവരുടെ ജീവിതം മറ്റൊന്നാണ്. എന്നാൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്താണോ നമ്മുടെ മെസ്സേജ്, എന്താണോ നമ്മൾ പ്രസംഗിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ലൈഫിൽ ക്രൈസിസ് വരുമ്പോൾ പലർ കർത്താവിനെ കളഞ്ഞേച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലൈഫിൽ പ്രശ്നം വരുമ്പോൾ യേശു കർത്താവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ശുശ്രൂഷ നിർത്തി പിന്മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ യോർദാൻ ഉയരുമ്പോൾ ലോകത്തിന് മുൻപിൽ കാണിക്ക്, എൻ്റെ തോളിൽ ബേർഡൻസ് അല്ല, നിരാശയല്ല കയറിയിരിക്കുന്നത്, എൻ്റെ തോളിൽ ദൈവത്തിൻ്റെ പെട്ടകമാണ് ഉള്ളത്. പെട്ടകം ഉള്ളവൻ യോർദാൻ വിഭാഗികം വാഗ്ദത്തത്തിലേക്ക് കാലെടുത്ത് വയ്ക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ചുമന്ന് നിങ്ങൾ നടക്കുന്നവരാണെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു യോർദാനും നിന്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയത്തില്ല. ആരുടെ മുൻപിലും പിളരാത്ത പ്രശ്നങ്ങൾ നിന്റെ മുൻപിൽ പിളർന്നിരിക്കും. ആരും കാലെടുത്ത് വയ്ക്കാത്ത വാഗ്ദത്തത്തിൽ നീ കാലെടുത്ത് വയ്ക്കും. ഇൻ ജീസസ് നെയിം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. അതേ വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാടെ. സോ നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പാഠമാകട്ടെ. നിന്റെ ജീവിതം കണ്ടിട്ട് നിന്റെ ബന്ധുക്കൾ, നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ സഹപ്രവർത്തകർ കർത്താവിൻ്റെ കൃപയാൽ യേശുവിലേക്ക് കടന്നു വരട്ടെ. നിന്റെ ജീവിതം ഒരു പാഠമായി തീരുമാറാകട്ടെ. സോ ഹാനോക്ക് എന്ന പദത്തിനർത്ഥം ഒരു സ്തോത്രം അധ്യാപകൻ എന്നാണ്. എന്നാൽ ഹാനോക്ക് ദൈവവുമായി കണക്ട് ചെയ്തപ്പോൾ ജനിക്കാത്ത ഒരു കുഞ്ഞിനെ ജനിച്ചു. സ്തോത്രം. ദൈവവുമായി കണക്ട് ചെയ്താൽ ഇല്ലാത്ത കാര്യം ഉളവാകും. കമാൻ. ഇല്ലാത്ത പാട്ടുകൾ ഉളവാകും മക്കളെ, ഇല്ലാത്ത റെവലേഷൻസ് ഉളവാകും, ഇല്ലാത്ത പുസ്തകങ്ങൾ ഉളവാകും, ഇല്ലാത്ത ഉണർവുകൾ ഉളവാകും. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഇല്ലാത്ത ഉണർവുകൾ ഉളവാകും, ഇല്ലാത്ത ഉണർവുകൾ ഉറവാകും. ഞാൻ ആ പദം ആവർത്തിച്ച് പറയുന്നു. ഇൻ ജീസസിനെ നിങ്ങൾ ജീവിക്കുന്നത് ഉണർവിലായിരിക്കും. നിങ്ങൾ കാല് ചവിട്ടുന്നിടത്ത് ഉണർവായിരിക്കും. അവിടെ സഭകൾ അതെ വളർത്തപ്പെടും, അവിടെ ആത്മാക്കൾ വിടുവിക്കപ്പെടും, അവിടെ ജനം പണിയപ്പെടും. മറ്റും നിങ്ങൾക്ക് മുൻപായി പോയ പലരിലൂടെ നടക്കാത്തത് ദൈവം നിന്നിലൂടെ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ 2 കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കൂ. യെസ് യെസ് യെസ്. ദൈവവുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെതുശലേക്ക് ജനിച്ചു ഇല്ലാത്തത് ജനിക്കും. എനിക്കതില്ല, എനിക്കിതില്ല എന്ന് ഏതെങ്കിലും കുടുംബങ്ങൾ പറയുന്നുവെങ്കിൽ കമാൺ ഇൻ ജീസസ് നെയിം നിന്റെ സീസൺ മാറുകയാണ്. എനിക്കതില്ല, എനിക്കിതില്ലെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അടുത്ത വർഷം ഈ നേരമാകുമ്പോൾ നിനക്ക് വിരൽ ചൂണ്ടി പറവാൻ കഴിയും, എൻ്റെ അപ്പനല്ല, എൻ്റെ അമ്മായിയപ്പനല്ല, എൻ്റെ അമ്മായിയമ്മയല്ല, എൻ്റെ അമ്മയല്ല, സൈന്യമല്ല, ശക്തിയല്ല, ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം എനിക്ക് തന്നു എന്ന് പറയുവാൻ ചിലത് നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് ഉളവാകുവാൻ വേണ്ടി പോകുന്നു. പ്രവചനാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, നിന്റെ ശൂന്യതയെ ഇന്ന് പകൽ കർത്താവ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. യെസ് 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 യെസ്. ഹാനോക്ക് ദൈവവുമായി കണക്ട് ചെയ്തപ്പോൾ, ആ ബന്ധം ആരംഭിച്ചപ്പോൾ അതെ അവനൊരു മകനെ ദൈവം നൽകി. അവൻ്റെ പേരാണ് മെതുശലേം. മെതുശലേം എന്ന വാക്കിനർത്ഥം ആഫ്റ്റർ ഹിസ് ഡെത്ത് ദ ഡിസ്ട്രക്ഷൻ ഷൽ കം. അവൻ്റെ മരണശേഷം നാശം കടന്നു വരും.
നാശമെന്ന് പറയുന്നത് മഹാജലപ്രളയമാണ്. നോഹയുടെ കാലത്തുണ്ടായതായ വലിയ ജലപ്രളയം. പക്ഷേ അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം സ്തോത്രം ആ നാശം വരികയില്ല. കാരണം അവൻ്റെ മേൽ ഒരു ദൂതുണ്ട്. അവൻ്റെ പേര് തന്നെ ഒരു ദൂതാണ്. അവൻ്റെ മരണശേഷമേ നാശം വരത്തുള്ളൂ. അവൻ്റെ പേര് തന്നെ ഒരു പ്രൊഫറ്റിക് നെയിമാണ്. അപ്പൻ ടീച്ചറാണ്, മോൻ പ്രൊഫറ്റിക് നെയിമുള്ളവനാണ്. സോ രണ്ട് അനോയിന്റിങ്ങിൻ്റെ മേർജിങ് അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. രണ്ട് അഭിഷേകത്തിൻ്റെ പ്രസൻസ് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൻ ടീച്ചറാണ്, മോൻ പ്രവാചകനാണ്. ഖമാൻ, അപ്പൻ ടീച്ചറാണ്, മോൻ പ്രവാചകനാണ്. എല്ലാ മാതാപിതാക്കൾ ഏറ്റെടുത്താട്ടെ. എല്ലാ കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിക്കാൻ പോകുന്നവരെ ഏറ്റെടുത്താട്ടെ. നിന്റെ കുടുംബത്തിൽ രണ്ട് തലമുറ ഒരുമിച്ച് നിൽക്കുവാൻ വേണ്ടി പോകുന്നു. അബ്രഹാമും സ്തോത്രം ഇസ്ഹാക്കും ഒരുമിച്ച് നിന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഏലിയാവും എലീശയും ഒരുമിച്ച് നിന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. മോശയും യോശുവയും ഒരുമിച്ച് നിന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. കർത്താവ് യേശു ക്രിസ്തുവും യോഹന്നാൻ സ്നാപകനും ഒരുമിച്ച് നിന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. 2025 നവംബർ മാസം 16-ാം തീയതി കർത്താവിന് പറയാനുള്ളത്, നിന്റെ വീടിന്മേലും ഒരു ഓപ്പൺ ഹെവൻ, നിന്റെ ഭവനത്തിന്മേൽ ഒരു തുറന്ന സ്വർഗം കർത്താവ് ഇന്ന് പകൽക്കാലം കൽപ്പിക്കുകയാണ്. അപ്പൻ സ്തോത്രം, അപ്പൻ ടീച്ചറാണ്, മോൻ പ്രവാചകനാണ്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. മെഥുശലേമിൻ്റെ മരണശേഷമാണ് സ്തോത്രം. തൽമൂദ് പറയുന്നു, മെഥുശലേമിൻ്റെ അടക്കം കഴിഞ്ഞപ്പോഴാണ് സ്തോത്രം ആദ്യത്തെ മഴ ആകാശത്ത് നിന്ന് വീണത്. അതിൻ്റെ അർത്ഥം ദൂതുള്ളവൻ തകരുന്നത് നിങ്ങൾ കാണുവാൻ കഴിയത്തില്ല. കഴുകൻ പറക്കുന്നത് കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. കഴുകൻ പറക്കുന്നത് കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. കഴുകൻ ഈഗിൾ കണ്ടിട്ടില്ലേ? സ്തോത്രം. ഈഗിൾ പറക്കുന്നത് കണ്ടിട്ടുള്ള നന്നായി കരങ്ങളെ ഉയർത്തിയാട്ടെ. യെസ്, നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ കഴുകൻ ചത്ത് കിടക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നോവേ. കാക്ക ചത്ത് കിടക്കുന്നത് കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. കാക്ക യെസ്, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്തോത്രം, കഴുകൻ ചത്ത് കിടക്കുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല. എന്തെന്ന് എനിക്കറിയത്തില്ല. കഴുകൻ ചത്ത് കിടക്കുന്നത് ആരും ഇതുവരെ കണ്ടിട്ടില്ല. അർത്ഥം ദൂതുള്ളവൻ തകർന്ന് കിടക്കുന്നത് ഇതുവരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. ദൂതുള്ളവൻ തൊലയുന്നത്, ദൂതുള്ളവൻ തകർന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും കാണുവാൻ കഴിയത്തില്ല. കാരണം അവനെ സംരക്ഷിക്കുന്നത് ലോക്കൽ പോലീസല്ല, അവൻ പ്രസംഗിക്കുന്ന ദൂതാണ്. അവൻ്റെ ദൂത് വചനമെന്ന കർത്താവാണ് അവനെ സംരക്ഷിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൂതുള്ളവൻ തകർന്നു പോകത്തില്ല. ദൂതുള്ള സഭ തകർന്നു പോകത്തില്ല. ദൂതുള്ള ദൈവദാസൻ ദൈവദാസി തകർന്നു പോകത്തില്ല. ദൂതനായി ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ 300 സംവത്സരം, 3 നൂറ്റാണ്ട് നടന്നു. 65-ാമത്തെ വയസ്സിലാണ് ആ നടപ്പ് തുടങ്ങിയത്. 365 സംവത്സരമായപ്പോൾ ദൈവനെ എടുത്തു. 300 years, 300 സംവത്സരം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവൻ പ്രവചിച്ചു എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. 1000 വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് വരുന്നു എന്ന് അവൻ പ്രവചിച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഈ ദൂതിൻ്റെ റിസൾട്ട് ഇതാണ്. ഒരു പ്രൊഫറ്റിക് അനോയിന്റിംഗ് ഇന്ന് പകൽക്കാലം ഈ സഭയിൽ റിലീസ് ചെയ്യപ്പെടണം. കമാൺ. അല്ലാതെ ബ്രദർ സുരേഷ് ബാബു വന്നു, പ്രസംഗിച്ചു പോയി, നല്ല ദൂതായിരുന്നു എന്ന് തലകുലിക്കുകയല്ല വേണ്ടത്. ഞാൻ പോയാലും ഇന്ന് പകൽക്കാലം പോകാത്ത ഒരു പുതപ്പിനാൽ നിങ്ങൾ ചുറ്റപ്പെടണം. ഒരു പുതപ്പിനാൽ ചുറ്റപ്പെടണം. ഒരു അഭിഷേകത്തിൻ്റെ പുതപ്പിനാൽ കോൺഗ്രിഗേഷൻ ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ ചുറ്റപ്പെടണം. ദൈവത്തോട് കൂടെ നടക്കുന്നവൻ വാ തുറന്ന് അന്യഭാഷ പറഞ്ഞേ. സഹോദരന്മാരെ വാ തുറന്ന് പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഹാനോക്കെ ടെൽമി, ഹാനോക്കെ പറഞ്ഞാട്ടെ, ഹാനോക്കെ എങ്ങനെയാണ് നീ ദൈവത്തോട് കൂടെ നടക്കാൻ കാരണമായത്? എങ്ങനെയാണ് സ്തോത്രം നീ ദൈവത്തോട് കൂടെ നടക്കാൻ കാരണമായത്? സ്തോത്രം, വാട്ട് മെയ്ഡ് യു ടു ബിഗാൻ ടു വാക്ക് വിത്ത് ഗാഡ്? ദൈവത്തോട് കൂടെ നടക്കാൻ എന്താണ് നിന്നെ പ്രേരിപ്പിച്ചത്?
നിങ്ങൾ മനസ്സിലാക്കുക. സ്തോത്രം. ആദാം 930 വയസ്സ് വരെയാണ് ആദാം ജീവിച്ചത്. സ്തോത്രം. ആ ആദാമിൻ്റെ ജീവിതത്തിൻ്റെ ക്രോണോളജി വേദപുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ, വേദപുസ്തകത്തിൻ്റെ കാലം പഠിക്കുമ്പോൾ, ആദാമിന് ഏകദേശം 700 ഇയേഴ്സ് അപ്പുറം, 700 സംവത്സരത്തിന് അപ്പുറമായപ്പോഴാണ് ഹാനോക്ക് ജനിക്കുന്നത്. സോ മോർ ദാൻ 200 ഇയേഴ്സ്, 2 നൂറ്റാണ്ട്, 200 വർഷത്തോളം ആദാമും സ്തോത്രം ഹാനോക്കും സമകാലികരായിരുന്നു. ആദാമും സ്തോത്രം ഹാനോക്കും സമകാലികരാണ്. അന്ന് ഇതുപോലെ ദൂരെയൊന്നും അല്ല ആൾക്കാർ താമസിക്കുന്നത്, ഒരിടത്താണ് താമസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു റീജിയനില്ല, ഒരു ഗ്രാമം എന്ന് കൂട്ടിക്കോ, അവിടെയാണ് താമസിക്കുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ അപ്പച്ചനാണ് സ്തോത്രം ആദാം. അവിടുത്തെ ഏറ്റവും വലിയ അപ്പച്ചനാണ് ആദാം. വീട്ടിലൊരു അപ്പച്ചനുണ്ടെങ്കിൽ, വീട്ടിലൊരു അമ്മച്ചി ഉണ്ടെങ്കിൽ സ്തോത്രം ഭയങ്കരമായി കഥകൾ പറയാറുണ്ട്. സോ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നത് എന്തുകൊണ്ടായിരിക്കും നടന്നത്? ഗ്രാൻഡ് ഫാദർ സ്റ്റോറി, ഗ്രാൻഡ് പാ സ്റ്റോറിയാണ് അവൻ്റെ ദൈവത്തോടു കൂടെ നടക്കാൻ പ്രേരിപ്പിച്ചത്. സ്തോത്രം. അപ്പച്ചന്മാരുടെ കഥകൾ കേട്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. അമ്മയുടെ പപ്പ, പപ്പയുടെ പപ്പ, അപ്പച്ചന്മാരുടെ കഥ കേട്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഓക്കെ, അമ്മച്ചിമാരുടെ കഥ കേട്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. മിക്കവാറും നിങ്ങൾക്കറിയാം ഞാൻ എന്താ പറയുന്നത്. ഞാൻ എൻ്റെ പിതാവ് സ്തോത്രം അതേ അഡ്നോക്കിൽ ദാസ് ഐലൻഡിലാണ് വർക്ക് ചെയ്തത്. അബുദാബിയിൽ നിന്ന് കുറച്ച് മാറിയുള്ള ദാസ് ഐലൻഡാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് വീട്ടിലുണ്ടായിരുന്നത് മമ്മിയുടെ ഫാദറായിരുന്നു. മമ്മിയുടെ ഫാദർ എനിക്ക് ധാരാളം കഥ പറയുമായിരുന്നു, ഡെയിലി കഥ പറയുമായിരുന്നു. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് അറിയത്തില്ല. ചെറിയ കട്ടലിൽ ഞാൻ കിടക്കും, വലിയ കട്ടലിൽ അപ്പച്ചൻ കിടക്കുന്ന ആ റൂമിൽ സ്തോത്രം. അതെ, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അതെ ഞാൻ അപ്പച്ചൻ പറയും സ്തോത്രം ഒരു കഥ പറയട്ടെ. ഞാൻ പറയും പ്ലീസ് കഥ പറഞ്ഞാട്ടെ. അപ്പോൾ പറയും ഒരിടത്ത് ഒരു അരയെണ്ണം ഉണ്ടായിരുന്നു, ഒരിടത്ത് നല്ല കുതിരയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരിടത്ത് ഒരു നല്ല രാജാവ് ഉണ്ടായിരുന്നു, ഒരു രാജകുമാരൻ. അടുത്ത ദിവസം പറയും രാജകുമാരൻ ഉണ്ടായിരുന്നു, അല്ലെ പറയും രാജകുമാരി ഉണ്ടായിരിക്കും, രാജകുമാരി ഉണ്ടായിരുന്നു. ആ കഥ ഇങ്ങനെ കേട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞാൻ ഉറങ്ങും. ഒരു കഥ പോലും ഞാൻ ഫുള്ളായിട്ട് കേട്ടിട്ടില്ല. 17ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് 18ാമത്തെ വയസ്സ് മുതൽ ഞാൻ കഥ പറയാൻ തുടങ്ങി. ഒരു ഫുള്ളായിട്ട് ഒറ്റ എണ്ണം കഥ കേൾക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. സോ നോക്കണമേ, അപ്പോൾ ഗ്രാൻഡ് ഫാദർ സ്റ്റോറി അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഭയങ്കരമായിട്ട് ചെറുപ്പത്തിലെ സ്തോത്രം എത്ര ഒരു 6 വയസ്സ് 7 വയസ്സ് 10 വയസ്സ് 12 വയസ്സ് ഭയങ്കരമായിട്ട് ആ സ്റ്റോറീസ് ഇൻഫ്ലുവൻസ് ചെയ്തു. അതുപോലെ സ്തോത്രം. ഇവിടെ ഭയങ്കര റിവൈവൽ നടക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് തീ വീണാലും ഈ പരിപാടി നിൽക്കത്തില്ല, മരിച്ചവൻ എഴുന്നേറ്റാലും അവരെ ബാധിക്കത്തുമില്ല. സ്തോത്രം. ഇതുപോലെ ഈ പ്രായത്തിലുള്ള പാർട്ടികളെല്ലാം രാവിലെ ആയപ്പോൾ 100 കണക്കിന് പിള്ളേർ ആദാമപ്പച്ചൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. 100 കണക്കിന് പിള്ളേർ ആദമപ്പച്ചൻ്റെ വീട്ടിലേക്ക് സ്തോത്രം അത് ഓടിച്ചെല്ലുകയാണ്. കാരണം 700 വർഷത്തിനപ്പുറം പ്രായമുള്ളതായ ആദാമപ്പച്ചൻ ഈ ഉണക്ക മുന്തിരിങ്ങ പോലെ, അല്ലെങ്കിൽ ഉണക്ക ഡേക്സ് പോലെ മുഖമൊക്കെ ഇങ്ങനെ ചുക്കി ചുളുങ്ങി, 700 ഇയേഴ്സ് അല്ലേ, ഇങ്ങനെ ചുക്കി ചുളുങ്ങി. ആദാമ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു വടിയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കാരണം വീണവനാണല്ലോ. ഓ ഖമാൻ സ്തോത്രം. എന്നിങ്ങനെ പുറത്തേക്ക് വന്ന് മക്കളെ ബാ ഞാൻ കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ ആദാം ഇങ്ങനെ കഥ പറയുക. പക്ഷെ ആദാമിന് പറയാൻ്റെതായ സ്റ്റോറി, ആദാം പറഞ്ഞ സ്റ്റോറി, ദ സ്റ്റോറി ബിഹൈൻ ദ ഗ്ലോറി. ഓ ഹല്ലേലൂയ. ഇതുപോലെ ഒരെണ്ണം എനിക്ക് മേടിച്ചു തരുമോ? ആർമർ ഓഫ് ഗാഡിൻ്റെ 8ാമത്തെ പീസ. സ്തോത്രം. ബാലൻ്റെ മേൽ കൈവയ്ക്കല്ല. അപ്പൊ ആദാമ് സ്തോത്രം. മക്കളെ കണ്ടാ ലാത്തി ചാർജൻ ടിയർ ഗ്യാസ് പ്രയോഗം പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അങ്കിൾ പ്രാർത്ഥിക്കാം കേട്ടോ. സ്തോത്രം. ഈ പുള്ളി രക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ എന്തോ ആകുമായിരുന്നു. കൃപയാൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പുള്ളി രക്ഷിക്കപ്പെട്ടു, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. സ്തോത്രം. ഞാനിത് കണ്ടിട്ട് ഒരുപാട് നാളായി. ഈ ഡോക്ടർ തോമസ് മാത്യു, PS സാമുവൽ, അതുപോലെ തമിഴ്നാട്ടിലുള്ള ചില ദേവദാസ്, അവർ വടിയും കൊണ്ടാണ് വരുന്നത്. അവർ പ്ലാറ്റ്ഫോമിൽ വടിയും കൊണ്ടാണ് വരുന്നത്. അവരെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കും, ഇതുപോലെ കുഞ്ഞു വടി ഉണ്ടായിരിക്കും. സ്തോത്രം. നിങ്ങൾ കുറേ നാൾ മുമ്പ് ജീവിച്ചിരിക്കേണ്ട മനുഷ്യൻ. കാരണം ഞാൻ 10-35 വർഷമായി ഞാൻ ഇങ്ങനെയുള്ള പഴയ അപ്പച്ചന്മാരിങ്ങനെ വടിയും കൊണ്ട് വരുന്ന കണ്ടിട്ടുണ്ട്.
ഗോഡ്, ഹല്ലേലൂയ. ഇഷ്ടപ്പെട്ടു. എനിക്കിതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വേണ്ടക്കാരെ കൊണ്ടത് കാണിക്കണം. റിയലി സ്തോത്രം, കൊള്ളാലോ. ഗുഡ്. അപ്പം ആദാമിന് എല്ലാ ദിവസവും രാവിലെ പറയാൻ, സ്തോത്രം, എല്ലാ ദിവസവും രാവിലെ ആദാമിന് പറയാൻ ഒരു കഥയുണ്ട്. ദ സ്റ്റോറി ബിഹൈൻഡ് ദ ഗ്ലോറി. നാറ്റക്കഥയല്ല പറയേണ്ടത്, നാറ്റക്കഥയല്ല പറയേണ്ടത്. സ്റ്റോറി ബിഹൈൻഡ് ദ ഗ്ലോറി. മഹത്വത്തിൻ്റെ കഥയായിരിക്കണം നമ്മൾ പറയേണ്ടത്. കമാൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല? വല്ലവനും വീണു, അവൻ തൊലഞ്ഞു, മറ്റവൻ്റെ ഫേസ്ബുക്ക്, ഇവൻ്റെ മാങ്ങാത്തൊലിയ, മറ്റവൻ്റെ ചക്കച്ചവണി, ഇതല്ല പറയേണ്ടത്. വാടഞ്ചരിക്ക് യേശുവിൻ്റെ നാമത്തിൽ മേലാൽ നാറ്റക്കഥ പറയല്. നീ പറയേണ്ടത് മഹത്വത്തിൻ്റെ കഥകളായിരിക്കണം നീ പറയേണ്ടത്. എവിടെ സഭകൾ വളർന്നു, എവിടെ ദൈവദാസന്മാർ നിന്നു, എവിടെ ആത്മാക്കൾ കൂട്ടമായി സ്നാനപ്പെട്ടു, എവിടെ അത്ഭുത അടയാളങ്ങൾ നടന്നു, എവിടെയൊക്കെ ആത്മാക്കൾ വിടുവിക്കപ്പെട്ടു. എൻ്റെ അടുത്ത് വാ, എനിക്ക് ആയിരക്കണക്കിന് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബ്രദർ സുരേഷ് ബാബുവിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റാണ്, പുള്ളി ആരുടെയും കുറ്റം പറയത്തില്ല. സ്തോത്രം. പകരം സ്തോത്രം, അതെ, എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പറഞ്ഞു തരാം. സ്തോത്രം. ഇന്ത്യയുടെ 19 സംസ്ഥാനങ്ങളിലും 42 രാജ്യങ്ങളിലും കർത്താവ് ചെയ്ത കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ദൈവകൃപകൾ എനിക്ക് പറഞ്ഞു തരുവാൻ ഗുണം. സോ അർത്ഥം ഇതാണ് ആദാമിന് പറവാനുള്ളത്. ദ സ്റ്റോറി ബിഹൈൻഡ് ദ ഗ്ലോറി. സ്തോത്രം. മഹത്വത്തിൻ്റെ കഥയാണ് ഉള്ളത്. അപ്പോൾ പിള്ളേരെല്ലാവരും രാവിലെ വരുമ്പോൾ, എല്ലാ ദിവസവും രാവിലെ വരുമ്പോൾ, സ്തോത്രം, അതെ, ആദാം പറയും, മക്കളെ, ഈ കാണുന്നത് മുഴുവൻ ദൈവമാണ് സൃഷ്ടിച്ചത്. എല്ലാം ദൈവം സൃഷ്ടിച്ചു, ദൈവം വാക്കിനാൽ സൃഷ്ടിച്ചു. അപ്പോൾ പിള്ളേരെ അതന്നെ പച്ച വാക്കിനാൽ. അപ്പോൾ ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ജിറാഫ് നടന്നു, ആന വന്നു, അതെ, പുള്ളിപ്പുലി ഓടി, സ്തോത്രം, അതെ, പിന്നെ മുള്ളംപന്നി മുള്ളുമായി സഞ്ചരിച്ചു, പക്ഷികൾ പറന്നു, എല്ലാം ദൈവം പറഞ്ഞ് ഉണ്ടാക്കി. അപ്പോൾ ഒരു കുസൃതി ചെറുക്കൻ ഇപ്രകാരം ചോദിച്ചു, അപ്പച്ചനെയും പറഞ്ഞാണ് ഉണ്ടാക്കിയേ? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഇല്ല, വേറെ എല്ലാറ്റിനെയും ദൈവം പറഞ്ഞുണ്ടാക്കി, പക്ഷെ എന്നെ ദൈവം തൊട്ടുണ്ടാക്കി. വേറെ ഒന്നിനെയും ദൈവം തൊട്ടില്ല, എന്നെ ദൈവം തൊട്ടു. ഇഷ്ടമുള്ളതിനെ തൊടത്തുള്ളൂ, ഇഷ്ടമുള്ളതിനെ തൊടത്തുള്ളൂ. ഇന്ന് പകൽക്കാലം എൻ്റെ അപ്പച്ചന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് ഒരിക്കൽ കൂടെ കർത്താവ് നിന്നെ തൊടുമാറാകട്ടെ. ആദാം പറയും, ഞാൻ കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് എൻ്റെ കർത്താവിനെ ഞാൻ കണ്ടു, എന്നെ അവൻ തൊട്ടു. ഉടനെ ആ ഫ്രണ്ട് ഇരുന്ന പിള്ളേരെല്ലാം കൂടെ പറഞ്ഞു, ഈ അപ്പച്ചനോട്ടല്ല, ഈ അപ്പച്ചനൊരു ഭയങ്കര സാധനം, അപ്പച്ചൻ ദൈവം തൊട്ട അപ്പച്ചനാ. എല്ലാവരും സൈഡിൽ നോക്കി, ദൈവം തൊട്ടു. ദൈവം, സ്തോത്രം, നിർമ്മിച്ച ആദ്യത്തെ മനുഷ്യനെ ദൈവം തൊട്ടെന്ന് അപ്പച്ചൻ എല്ലാവരും വാഴ്ത്തുമ്പോൾ, അപ്പച്ചൻ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞപ്പോൾ ആ 100 കണക്കിന് പിള്ളേരിലെ സൈഡിൽ എല്ലാവരും നോക്കി, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് നോക്കി, അപ്പച്ചനെ തൊടപ്പെട്ട അപ്പച്ചനാ എന്ന് പറയുമ്പോൾ ഒരു ചെറുക്ക് മാത്രം മേലോട്ട് നോക്കി. ബാക്കി എല്ലാവരും സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറുക്ക് മാത്രം മേലോട്ട് നോക്കി ചോദിച്ചു, എന്നെ എന്തോടോ? അപ്പച്ചനെ തൊട്ട കർത്താവേ എന്നെ തൊടുവോ? കെ ഇ അബ്രഹാമിനെ തൊട്ടവനെ എന്നെ തൊടോ? സാധു സുന്ദർ സിംഗിനെ തൊട്ടവനെ എന്നെ തൊടോ? പി ഡി ജോൺസനെ തൊട്ടവനെ എന്നെ തൊടോ? ഖമാൺ, കേൾക്കണം, ആമേൻ പറഞ്ഞേ. അദാഹം ഉണ്ടാകട്ടെ. കഴിഞ്ഞ കാലഘട്ടത്തിൽ എവിടെയൊക്കെ ആരെയൊക്കെ തൊട്ട കർത്താവേ, ഇന്ന് പകൽക്കാലം എന്നെയും തൊടണമേ. ചെറുക്കൻ അന്നു മുതൽ ദൈവസന്നിധിയിൽ ദാഹിക്കാൻ തുടങ്ങി, എന്നെയും തൊടണം. അടുത്ത ദിവസം സ്തോത്രം, പിള്ളേരെ ആദാമിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ ആദാം പറഞ്ഞു, സ്തോത്രം, അതെ, എന്നെ ദൈവം അടിമയായിട്ടല്ല സൃഷ്ടിച്ചത്, എന്നെ മോനായിട്ടാണ് സൃഷ്ടിച്ചത്. ഈ ലോകത്തിലുള്ളതായ സകലതിനെ ഭരിക്കാൻ ഈ മോനാകുന്ന എനിക്കാണ് ദൈവം ഭാഗ്യം നൽകിയത്. ഞാനാണ് എല്ലാറ്റിനും ഭരിച്ചത്. സ്തോത്രം. അപ്പോൾ വീണ്ടും പിള്ളേര് പറഞ്ഞു, നോക്ക്, ഈ അപ്പച്ചനുണ്ടല്ലോ, അപ്പച്ചൻ എല്ലാറ്റിൻ്റെ വൈസ്രായി ആയിരുന്നു, ദൈവത്തിൻ്റെ വൈസ്രായി ആയിരുന്നു. അപ്പച്ചനായിരുന്നു എല്ലാറ്റിനെയും ഭരിച്ചിരുന്നത്. അപ്പച്ചനെ ഒന്നും ഭരിച്ചില്ല. അപ്പച്ചനാണ്, സ്തോത്രം, എല്ലാ മൃഗങ്ങളെ, പക്ഷികളെ, ലോകത്തിലുള്ള സകലത്തിനെ ഭരിച്ചത് അപ്പച്ചനാണ്. സ്തോത്രം. അപ്പോഴും ആ ചെറുക്കൻ ഹാനോക്ക് മേലോട്ട് നോക്കി പറഞ്ഞു, റിയലി ഈ അപ്പച്ചൻ്റെ കൂടെ നീ നടന്ന് എല്ലാത്തിനെയും ഭരിക്കാൻ അവകാശം കൊടുത്തു, അധികാരം കൊടുത്തു, എൻ്റെ കൂടെ നടക്കോ? ബാക്കിയുള്ള എല്ലാവരും സൈഡിൽ നോക്കുമ്പോൾ ഏവൻ ചോദിച്ചു, എൻ്റെ കൂടെ നടക്കോ? സ്തോത്രം, എൻ്റെ കൂടെ നടക്കൂ?
ഒരു ദിവസം അപ്പച്ചൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒറ്റയ്ക്കായിരിക്കുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് കർത്താവ് എന്നെ സ്തോത്രം നന്നായിട്ടൊന്ന് ഉറക്കിയിട്ട് എൻ്റെ വാരിയെല്ലിനെടുത്ത് അമ്മച്ചി ഉണ്ടാക്കി. വാരിയെല്ലിനെടുത്ത് അമ്മച്ചി ഉണ്ടാക്കി. അപ്പോൾ ഒരു സ്തോത്രം ചെറുക്കൻ പറഞ്ഞു, അപ്പച്ച ഇത് ചുമ്മാ തള്ളുക. അപ്പച്ചൻ പൊട്ട് നിന്നിട്ട് വന്നിരിക്കുക. സ്തോത്രം. അപ്പച്ചൻ ചുമ്മാ തള്ളുക. അപ്പോൾ വേറൊരാൾ ചോദിച്ചു, അമ്മച്ചി വാരിയെല്ലിൽ നിന്ന് എടുത്തെങ്കിൽ ഓപ്പറേഷൻ്റെ സ്കാറ്, ഓപ്പറേഷൻ്റെ പാടൊന്ന് കാണിച്ചേ. അപ്പോൾ അതം പറഞ്ഞു കാണും, സ്തോത്രം, എലോഹിം ഓപ്പറേറ്റ് ചെയ്ത ഓപ്പറേഷൻ്റെ പാട് കാണത്തില്ല. എല്ലാ ആന്തരിക അവയവങ്ങൾ ഇന്ന് പകൽക്കാല സൗഖ്യമാകട്ടെ. കമാൻ ഏറ്റെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ മനുഷ്യൻ കത്തിവെക്കാതെ, മനുഷ്യൻ കുത്തിക്കെട്ടാതെ ഇന്ന് പകൽക്കാലം ഇന്റേണൽ ഹീലിംഗ് ആന്തരിക അവയവങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. ഏറ്റെടുക്ക്. ആന്തരിക അവയവങ്ങളിൽ സൗഖ്യം നടക്കട്ടെ. കിഡ്നി സ്റ്റോൺ വിട്ടുമാറട്ടെ. ഗോൾ ബ്ലാഡർ സ്റ്റോൺ മാറിപ്പോകട്ടെ. ബലഹീനതകൾ വിട്ടുപോകട്ടെ. ഹാർട്ടിന്റെ ബ്ലോക്കുകൾ നീങ്ങട്ടെ. കമാൻ, വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളെ ഉയർത്തി 30 സെക്കൻഡ് ദൈവത്തെ സ്തുതിച്ച് യഹോവ റാഫയുടെ സൗഖ്യത്തിന്റെ ശക്തി, യഹോവ റാഫയുടെ സൗഖ്യത്തിന്റെ ശക്തി റിലീസ്. അവസാനത്തെ പ്രാർത്ഥനയല്ല, ഇപ്പോഴേ പ്രാപിക്ക്. യേശുവിന്റെ ആടി പിണരാൾ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അമ്മച്ചി വന്നു. സ്തോത്രം. അപ്പച്ചനെ പറവാൻ എല്ലാറ്റിന് ഒരു സ്റ്റോറിയുണ്ട്. അപ്പച്ചൻ പറയാം, എല്ലാറ്റിനും ഞാനാണ് ഭരിച്ചത്. മാത്രമല്ല ആദം പറഞ്ഞ് എല്ലാറ്റിനും ഞാനാണ് പേരിട്ടത്. എല്ലാറ്റിനും ഞാനാ പേരിട്ടത്. ഒരു നോട്ട്ബുക്കില്ല, ഒരു പേപ്പറില്ല, ഒരു പെന്നില്ല, ഒരു പെൻസിലില്ല, ഒരു ഐപാഡില്ല. സ്തോത്രം. പക്ഷേ എല്ലാറ്റിനും പേര് അപ്പച്ചിട്ടു. എല്ലാത്തിൻ്റെ പേര് ഓർക്കുകയും ചെയ്തു. ഇവരെല്ലാവരും പേരറിയോ? റിയലി എല്ലാവരെയും പേരറിയോ? എൻ്റെ കർത്താവ്, എൻ്റെ ചർച്ചിലുള്ള എല്ലാവരെയും പേര് എനിക്കറിയത്തില്ല. നമുക്ക് ഏകദേശം 1500-ലധികം ബാപ്റ്റിസ്റ്റ് മെമ്പേഴ്സ് ഉണ്ട്. എങ്ങനെ ഓർക്കാനാ? സ്തോത്രം. നീല ചുരിദാറിട്ട ആൻറ്റിയുടെ ഭർത്താവിനെ അനുഗ്രഹിക്കണേ. സ്തോത്രം. മുണ്ടെടുത്ത് വരുന്ന ആങ്കിളിനെ അനുഗ്രഹിക്കണേ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. കാരണം എല്ലാവരുടെ പേര് നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല. സ്തോത്രം. നിങ്ങളുടെ പാസ്റ്റർ ഒരു ഭയങ്കര തലയുള്ളവനാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ 2. സ്തോത്രം. പക്ഷേ ആദാമിന് അന്നുണ്ടല്ലോ, ആദാമിന് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് സ്പീഷ്യസ്, ലക്ഷക്കണക്കിന് മൃഗങ്ങൾ, പക്ഷികൾ, വെറൈറ്റികളൊക്കെ ഉണ്ട്. എല്ലാറ്റിനും പേരിട്ടത് പുള്ളിയാണ്. ഒരു പേപ്പറും ഇല്ല, ഒരു പേനയില്ല, ഒരു പെൻസിലും ഇല്ല. ഇതെന്നാ മെമ്മറി ആയിരുന്നു ആദാമിൻ്റെ മെമ്മറി. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഗ്ലോറിയിൽ മറഞ്ഞിരുന്നാൽ സൂപ്പർ നാച്ചുറൽ വിസ്ഡം ഉണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ ഈ പിള്ളേർക്കെല്ലാം സൂപ്പർ നാച്ചുറൽ വിസ്ഡം ഉണ്ടാകട്ടെ. നിന്റെ മക്കൾക്കെല്ലാം സൂപ്പർ നാച്ചുറൽ വിസ്ഡം ഉണ്ടാകട്ടെ. ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ അവർക്കായി തുറന്നു വരുവാൻ സൂപ്പർ നാച്ചുറൽ വിസ്ഡം വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്ക്. നിന്റെ കമ്പനിയിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ നീയാണ്. നിന്റെ ഓഫീസിൽ ഏറ്റവും ബുദ്ധിയുള്ളത് നീയാണ്. മറ്റുള്ളവർ ആഴ്ചകൾ കൊണ്ട് നടക്കാത്തത് നീ മണിക്കൂർ കൊണ്ട് നീ സ്തോത്രം അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മണിക്കൂറുകൾ കൊണ്ട് നീ അത് നേടുവാൻ വേണ്ടി പോകുന്നു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. അപ്പോൾ പിള്ളേർ പറഞ്ഞു, സ്തോത്രം. ഈ അപ്പച്ചനോട് ഈ അപ്പച്ചൻ ഭയങ്കരനാ. എല്ലാവരും സ്തോത്രം അപ്പച്ചനൊക്കെ ഇങ്ങനെ വാഴ്ത്തുമ്പോൾ ആദ്യത്തെ 65 വർഷം, ഓൾമോസ്റ്റ് 65 ഇയേഴ്സ്, ജീവിതത്തിൻ്റെ ആദ്യത്തെ 65 വർഷം സൈഡിൽ നോക്കാതെ മേലോട്ട് നോക്കി, എനിക്ക് അങ്ങേ കാണാൻ പറ്റുമോ? എനിക്ക് അങ്ങയുടെ കൂടെ നടക്കാൻ പറ്റുമോ? എനിക്ക് സ്തോത്രം അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുമോ? ഈ ആദാം പറഞ്ഞ, എൻ്റെ അപ്പച്ചൻ പറഞ്ഞതായ സ്റ്റോറി എനിക്ക് അനുഭവിക്കണം, എനിക്കത് കിട്ടുമോ എന്ന് പറഞ്ഞ് സ്തോത്രം ഹാനോക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാഹത്തോടെ ജീവിച്ചിരിക്കും. ദർ ഇസ് നോ ഡൗട്ട്. സ്തോത്രം. വളരെ ദാഹത്തോടെ ജീവിച്ചിരിക്കും. എങ്ങനെ ജീവിച്ചിരിക്കും പറഞ്ഞോട്ടെ? ദാഹത്തോടെ. ഒരിക്കൽ കൂടെ പറഞ്ഞേ. അതാണ് സഭയ്ക്കിന്ന് ഇല്ലാത്തത്. അതാണ് ഇന്ന് ദൈവജനത്തിൽ ഏറ്റവും അധികമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാൻ നീർത്തൊടുക്കിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവത്തിന് വേണ്ടി ഒരു ദാഹമുണ്ടാകട്ടെ. പലർക്ക് പ്ലാറ്റ്ഫോം വേണം, പലർക്ക് പേര് വേണം, പലർക്ക് അവസരം വേണം, പലർക്ക് ശുശ്രൂഷ വേണം, പലർക്ക് മൈക്ക് വേണം. നിനക്ക് ഇതൊന്നുമല്ല വേണ്ടത്, നിനക്ക് ദൈവത്തെ വേണം. നിനക്ക് വേണ്ടി ഇത് ദൈവമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആസ് ദ ഡിയർ പാന്തeth for the waters, മാൻ നീർത്തൊടുക്കിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ
പകൽക്കാലം കമാൻ 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 ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ ഒരു ദാഹം, ദാഹം, ദൈവിക ദാഹം. കമാൻ, ദൈവിക ദാഹം എല്ലാ ഹൃദയങ്ങളിലും ഉണ്ടാകട്ടെ. പാരമ്പര്യത്തിലുള്ള പ്രോഗ്രാംസിൽ നിന്ന് പുറത്തു വന്ന് പകരം ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനുള്ളൊരു ദാഹം ഉണ്ടാകട്ടെ. ഓ ഹാനോക്ക് 65 സംവത്സരം എനിക്കൊന്ന് കാണാൻ പറ്റുമോ ദൈവമേ? എനിക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റുമോ? ഈ പറയുന്ന ഈ അനുഭവം, ആദാമിൻ്റെ അനുഭവം എനിക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? സ്തോത്രം. ദൈവസന്നിധി ദാഹത്തോടെയായിരുന്നു. ഉണർവുകൾ, ദൈവപ്രവർത്തികൾ, സഭാ വളർച്ചകൾ, ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ, എങ്ങാണ്ടൊക്കെ ദൈവം ആരെയൊക്കെ ഉപയോഗിച്ചത്. അന്നത്തെ ദൈവം ചത്തുപോയിട്ടില്ല, അന്നത്തെ പുതപ്പുകൾ മാറിയിട്ടില്ല. അത് ഈ കാലഘട്ടത്തിലും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇൻ ജീസസ് നെയിം. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, പിതാക്കന്മാർ മരിച്ചു, പക്ഷേ അവരുടെ അഭിഷേകം മരിച്ചിട്ടില്ല, അവരുടെ ശുശ്രൂഷകൾ മരിച്ചിട്ടില്ല. ദാഹമുള്ളവന്, ദാഹമുള്ളവന്. കമാൻ കമാൻ കമാൻ, നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. അത്രയുള്ളോ? 65 വർഷം ഹാനോക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാഹത്തോടെ ആയിരുന്നപ്പോൾ ഒരു ദിവസം, ഒരു പ്രത്യേക ദിവസം, സ്തോത്രം, എനിക്കറിയത്തില്ല അവൻ നിലത്ത് കൃഷി ചെയ്യുകയാണോ ആടുകളെ മേയ്ക്കുകയാണോ, ഐ ഡോണ്ട് നോ. ഒരു ദിവസം സ്തോത്രം ഒരു സ്ഥലത്ത് താനായിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്, സ്ട്രോങ് പ്രസൻസ് അവന് ഫീൽ ചെയ്ത്, സ്ട്രോങ് പ്രസൻസ്, ശക്തമായ സാന്നിധ്യം അവന് ഫീൽ ചെയ്ത്. നിങ്ങൾ ചോദിക്കുക, അങ്കിൾ സുരേഷ് ബാബു അല്ലെങ്കിൽ ബ്രദർ സുരേഷ് ബാബു, എങ്ങനെ ഈ ശക്തമായ സാന്നിധ്യം എന്ന് പറയുന്നത്? നിങ്ങളുടെ പ്രാർത്ഥനാ റൂമുകളിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഹാളിലെ ആരാധന വേളയിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. പ്രത്യേകിച്ച് പ്രാർത്ഥനാ റൂമുകളിൽ. ഞാനിവിടെ ഒറ്റയ്ക്കല്ല, ഞാനിവിടെ ഒറ്റയ്ക്കല്ല, വേറൊരാൾ കൂടെയുണ്ട്. ഒരു ദേവദാസനെ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നോർത്ത് ഇന്ത്യ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാളിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മീഡിയം ടൈപ്പ് ഒരു ഹാള്, ആ ഹാളിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചു 30 ദിവസം അവിടെ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് കർത്താവിനോട് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം മുതൽ ആ പ്രാർത്ഥന നടന്നിട്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ചുറ്റും ഒരാളിങ്ങനെ നടക്കുന്ന ഒച്ച ഞാൻ കേട്ടു. കമാണ്, നിങ്ങൾ മിണ്ടുന്നില്ല. കമാൻ, ഒരാൾ നടക്കുന്ന ഒച്ച ഞാൻ കേട്ടു. ആത്മീയ ജീവിതം നാച്ചുറൽ അല്ല, ആത്മീയ ജീവിതം സൂപ്പർ നാച്ചുറൽ ആണ്. In the name of Jesus. Hallelujah. സ്തോത്രം. ഹാനോക്ക് ഒരു വലിയ സ്ട്രോങ് പ്രസൻസ് അവൻ ഫീൽ ചെയ്തിട്ട് അവന് മനസ്സിലായി, സ്തോത്രം, ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല. ഈ ആട് മേയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ കൃഷി ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല. അവൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കി, അവരാരെയും കണ്ടില്ല. പക്ഷേ 1-2 ദിവസം കൂടെ മുന്നോട്ട് പോയപ്പോൾ ആ പ്രസൻസ് ഇങ്ങനെ വർദ്ധിക്കുകയാണ്. ആ പ്രസൻസ് വർദ്ധിക്കുകയാണ്. പ്രസൻസ് കളയുകയല്ല, ഞാൻ പറയട്ടെ, ആ പ്രസൻസ് വർദ്ധിക്കുക. കാരണം അവൻ സൈഡിൽ നോക്കിയ അഭിപ്രായമല്ല പറയുന്നത്. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയും ഫോണിൽ ചരണ്ടി അല്ല അവൻ ഇരിക്കുന്നത്. പകരം അവൻ മേലേക്ക് നോക്കി ദൈവത്തോട് പറയുന്നു, ഓ സ്തോത്രം, എനിക്ക് അങ്ങേ കാണാൻ പറ്റുമോ? എനിക്ക് അങ്ങയുടെ കൂടെ നടക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കാൻ പറ്റുമോ? ഓ എൻ്റെ അപ്പച്ചൻ ആദാം അങ്ങയോട് കൂടെ മഹത്വത്തിൽ നടന്നവനാണ്, എനിക്ക് നടക്കാൻ പറ്റുമോ? അത് കള്ളമല്ല കർത്താവേ, അത് വാസ്തവമാണ്. കാരണം ആദാം ആ കോട്ടെടുത്ത് തന്നെ കാണിച്ചതാണ്. ആ കോട്ടെടുത്ത് കാണിച്ചു. സ്തോത്രം. ദൈവം കൊടുത്ത കോട്ട്, ദൈവം കൊടുത്തതായ ആ വസ്ത്രം ഹവയ്ക്കും ആദാമിന് ഹവയ്ക്കും കൊടുത്ത ആ വസ്ത്രം ആദാമിനെ കാണിച്ചു. സോ എനിക്ക് ആ തോറ്റവൻ്റെ കോട്ട് വേണ്ട, എനിക്ക് ജയിച്ചവൻ്റെ കോട്ടാണ് വേണ്ടിയത്. എനിക്ക് അങ്ങയോട് കൂടെ നടക്കാൻ പറ്റുമോ? ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഒരു ശബ്ദം അവൻ കേട്ടു, ആദാമേ. അനാതിശയിച്ചു. സ്തോത്രം. അവനൊരു ശബ്ദം കേട്ടു, ഹാനോക്കേ. അവനൊരു ശബ്ദം കേട്ടു, ഹാനോക്കേ. ആ ശബ്ദം കേട്ടപ്പോൾ അവൻ ചോദിച്ചു, ആരാ എന്നെ വിളിക്കുന്നേ? എൻ്റെ പേര് ആരാണ്ട് വിളിച്ചു. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കി, ആരെയും കാണുന്നില്ല. വീണ്ടും അല്പസമയം കഴിഞ്ഞപ്പോൾ ഹാനോക്കേ. വീണ്ടും അവൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കി, ആരെയും കാണുന്നില്ല. 3-ാമത് ചോദിച്ചു, സ്തോത്രം, ഹാനോക്കേ. അവൻ ചോദിച്ചു, ആരാണ് എന്നെ വിളിക്കുന്നത്? ആ ശബ്ദത്തിൻ്റെ ഉടമ പറഞ്ഞു, ഇത് ഞാനാ. ദൈവം വിളിക്കുന്നേ. ഉടനെ അവൻ ചോദിച്ചു, ഏ ദൈവം എന്നെ വിളിക്കുന്നേ? അത് ആദാമിൻ്റെ ദൈവം. നീ 100 കണക്കിന് സ്റ്റോറീസ് കേട്ടില്ലേ? 65 വർഷം നീ കാത്തിരുന്നില്ലേ? 65 വർഷം നീ ദാഹിച്ചില്ലേ? കമാൺ, ലോങ് ഇയേഴ്സ്, പല വർഷങ്ങൾ ദീർഘമായി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ?
ദീർഘവർഷങ്ങൾ ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. വർഷങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മേഘമായുണ്ട്. അതിൽ നിന്ന് മഴ പൊഴിയുക തന്നെ ചെയ്യ്. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഓ, പെയ്യുവാൻ കാത്തിരിക്കുന്നതായ മേഘം പോലെ വർഷങ്ങളെ തങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. 65 വർഷത്തെ ആ ദാഹത്തിന് ഒരു മറുപടി കൊടുക്കുവാൻ ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഹാനോക്കേ, സ്തോത്രം, നിന്റെ ദാഹം കണ്ടിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നിന്റെ ഹൃദയത്തിന്റെ ദാഹം കണ്ടിട്ട് ഞാൻ വന്നിരിക്കുക. ഐ എം ഗോയിങ് ടു റിവീൽ മൈസെൽഫ് ടു യു. ഞാൻ നിന്നെ, സ്തോത്രം, എന്നെ തന്നെ നിനക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. അടുത്ത സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. ശ്രദ്ധിക്കും. ഞാൻ നിന്റെ കണ്ണുകളെ തുറക്കും, ഞാൻ നിന്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തും, ഞാൻ നിന്റെ ചെവിയെ ട്യൂൺ ചെയ്യാം, ഞാൻ നിന്റെ ഹൃദയത്തെ പാകപ്പെടുത്തും. ഒരിക്കൽ കൂടെ, ഞാൻ നിന്റെ കണ്ണിനെ തുറക്കും. സംഭവിക്കട്ടെ. ഞാൻ നിന്റെ ചെവിയെ ട്യൂൺ ചെയ്യും. ഇന്ന് പകൽ അത് സംഭവിക്കട്ടെ. ഞാൻ നിന്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തും. ഉളവാകട്ടെ. ഞാൻ നിന്റെ ഹൃദയത്തെ പാകപ്പെടുത്തും. അതേ കർത്താവ്, ഇന്ന് പകൽക്കാലം സഭയായി, വ്യക്തിയായി, കുടുംബമായി കണ്ണുകളെ തുറക്കണമേ, ചെവിയെ ട്യൂൺ ചെയ്യണമേ, മനസ്സിനെ രൂപാന്തരപ്പെടുത്തണമേ, ഹൃദയത്തെ പാകപ്പെടുത്തണമേ. ആത്മമണ്ഡലം തുറക്കപ്പെടുവാൻ, ആത്മമണ്ഡലം കാണുവാൻ, ആത്മമണ്ഡലം അനുഭവിപ്പാൻ. Come on, ശബ്ദം ഉയർത്തി. ഓ, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, ഞങ്ങളുടെ ചെവിയെ ട്യൂൺ ചെയ്യണമേ, ഞങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണമേ, ഞങ്ങളുടെ ഹൃദയത്തെ പാകപ്പെടുത്തണമേ. സ്തോത്രം. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കണ്ണിനെ തുറക്കും, ചെവിയെ ട്യൂൺ ചെയ്യും, നിന്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തും. യെസ്, അവന്റെ കണ്ണുകൾ തുറന്നപ്പോൾ അവന് ദൈവത്തെ കണ്ടു. അയ്യോ, ഞാൻ ദൈവത്തെ കണ്ടു. ഭയങ്കരമായിരിക്കുന്നു. ഞാൻ കേട്ടത് ഒന്നുമേ അല്ല, ഞാൻ കേട്ടതിനേക്കാൾ 100 മടങ്ങ് എത്രയോ ഭയങ്കരനാണ് ദൈവം, എത്രയോ സുന്ദരനാണ് ദൈവം. ആദാം പറഞ്ഞത് ഒന്നുമേ അല്ല. അവൻ തുള്ളിച്ചാടി കാണും, നൃത്തം ചെയ്ത് കാണും, ഭയങ്കര സന്തോഷം, മണ്ണിൽ കിടന്ന് ഉരുണ്ട് കാണും സന്തോഷം കൊണ്ട്. കാരണം ഞാൻ ദൈവത്തെ കണ്ട്. സ്തോത്രം. ദൈവത്തെ കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, ഇത് 1 ഡേ എക്സ്പീരിയൻസ് അല്ല, ഇത് ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് അല്ല, ഇത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഓ, കമാന്നേക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇന്നു മുതൽ ഞാൻ നിന്നോട് കൂടെ നടക്കാൻ പോകുന്നു. ഇതൊരു ആരംഭമാണ്. റിയലി? അവൻ ചോദിച്ചു, റിയലി? നീ എല്ലാ ദിവസവും ഇറങ്ങി വരും? യെസ് ഹാനോക്കെ, ഞാൻ എല്ലാ ദിവസവും ഇറങ്ങി വരും. ലെറ്റ്സ് വാക്ക് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് നടക്കാം. സോ അന്ന് മുതൽ ആദാമിൻ്റെ, അന്ന് മുതൽ ഹാനോക്കിൻ്റെ ജീവിതയാത്ര ആരംഭിച്ചു. ദൈവത്തോട് കൂടെ നടന്ന്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, സ്നേഹം സംസാരിക്കും. പറഞ്ഞാട്ടെ, സ്നേഹം സംസാരിക്കും. നോക്കിയേ, എക്സാമ്പിൾ നോക്കിയേ, ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹം, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. സ്നേഹം സീരിയസ് അല്ല, സ്നേഹം സംസാരിക്കും. ദൈവം സ്നേഹം തന്നെ. കമോൺ, നിങ്ങൾക്ക് മനസ്സിലായില്ല? ദൈവം ആരാണ്? പറഞ്ഞാട്ടെ, ദൈവം സ്നേഹം തന്നെ. സോ സ്തോത്രം. അതേ, സ്നേഹം സംസാരിക്കുക. കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തോത്രം പറഞ്ഞാട്ടെ. സോ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. കേൾക്കണം, ദൈവം ഇന്നലകളും ഇന്നും മാത്രമല്ല, നാളെ ആരും കണ്ടിട്ടില്ലാത്ത നാളെയെക്കുറിച്ച് ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. സ്തോത്രം. നോക്കി, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ദൈവം കാണിച്ചു കൊടുത്തു. നോക്കി, നാളെ വലിയ മഴ പെയ്യാൻ വേണ്ടി പോവുകയാണ്, ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഹാനോക്ക് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അതെന്നത് ആ വെള്ളത്തിന് മുകളിൽ കിടന്ന് ഇങ്ങനെ ചലിക്കുന്ന അതന്നെ, അത് ടൈറ്റാനിക് ആണോ? കർത്താവ് പറഞ്ഞു, നോ, അത് ടൈറ്റാനിക് അല്ല, അത് നോഹയുടെ പെട്ടകമാണ്. സ്തോത്രം. പക്ഷേ ഹാനോക്കെ, നിന്റെ ചെറുക്കനുണ്ടല്ലോ, നിന്റെ മോൻ മെതുശലേ മരിച്ചിട്ട് മാത്രമേ ഇത് വരത്തുള്ളൂ. കൊള്ളാമല്ല കർത്താവേ, കൊള്ളാം. അയ്യോ കർത്താവേ, ആ പെട്ടകത്തിൽ 8 പേരല്ലേ ഉള്ളൂ. സാരമില്ല ഹാനോക്കെ, ആ 8 പേരെ കൊണ്ട് ഞാൻ വർദ്ധനവ് കൽപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ്സൻ എന്നോട് എഗ്രി ചെയ്യും. ഈ കോൺഗ്രിഗേഷന് ദൈവകൃപയാൽ ഒരു ദൈവിക വർദ്ധനവ് ഉണ്ടാകട്ടെ. കമാൻ. തെക്കേ, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിന് ആത്മീയമായി, ഭൗതികമായി ദൈവിക വർദ്ധനവുണ്ടാകട്ടെ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ
സോ അത് കഴിഞ്ഞിട്ട് ഹാനോക്കിന് ദൈവം ഓരോ ദിവസം ഓരോ കാര്യം പറയുകയാണ്. നോക്കിയേ, ആ കപ്പിളിനെ നീ കണ്ടു, ആ ഭാര്യയും ഭർത്താവിനെ കണ്ടോ? കർത്താവേ, അത് വൃത്തന്മാരല്ലയോ? വൃത്തന്മാരുണ്ടാകത്തില്ല. എന്തിനാ കർത്താവേ നീ അവർക്ക് വെറുതെ ആശ കൊടുക്കുന്നത്? അവർക്ക് മക്കളെ ഉണ്ടാകുമെന്ന്. സാരമില്ല ഹാനോക്കെ, ഞാനത് ചെയ്തോളാം. ഞാൻ എൽഷഡായാണ്. അത് അബ്രഹാമും സ്തോത്രം സാറയുമാണ്. അവരിലൂടെ രാജ്യങ്ങൾ ജനിക്കാൻ പോവുകയാണ്. കർത്താവേ, അതാരാ ചിരിച്ചിട്ട് വരുന്ന ചെറുക്കൻ? അവൻ വാഗ്ദത്ത സന്തതി ഇസഹാക്കാണ്. സോ ഓരോന്ന് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ദൈവത്തെ കൊടുക്കണം നടന്നപ്പോൾ ഓരോ ദിവസം ഓരോ കാര്യാദികൾ ദൈവം കാണിക്കുകയാണ്. അതാരാ കർത്താവേ ആ ഗോവേണിയും കൊണ്ടുവരുന്നത്? ഗോവേണിയും കൊണ്ടുവരുന്നത് ജനം പറയുന്നത് യാക്കോബിൻ്റെ ഗോവേണിയെന്ന്. എന്നാൽ അത് എൻ്റെ ഗോവേണിയാണ്. അവനെ പിന്നത്തേതിൽ ഇസ്രായേലാക്ക്. അതാ കർത്താവേ. ആരാ കർത്താവേ? ആ സ്വപ്നക്കാരൻ ആരാ കർത്താവേ? അവൻ്റെ സ്വപ്നക്കാരെന്ന് പറയാതെ അവൻ എൻ്റെ പ്രധാനമന്ത്രിയല്ലയോ? കമാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ആമയം പറഞ്ഞ് കർത്താവെ, ആ നിന്ന് വിൽക്കുന്നവൻ ആരാ കർത്താവെ? അങ്ങനെ പറയാതെ അവൻ രാജ്യങ്ങളുടെ പ്രവാചകനല്ലയോ? ദൈവം എല്ലാം കാണിച്ചു കൊടുത്ത്. കർത്താവെ, ആ ജനം എങ്ങോട്ടാ പോകുന്നത്? കൊള്ളാമല്ല കർത്താവെ. ക്രൂശിൻ്റെ ആകൃതിയിൽ മഹത്വത്തിൻ്റെ തണലിൽ, ക്രൂശിൻ്റെ ആകൃതിയിൽ മഹത്വത്തിൻ്റെ തണലിൽ മരുഭൂമിയിൽ അവർ ക്യാമ്പ് ചെയ്ത് എങ്ങോട്ടാ 30 ലക്ഷം പോകുന്ന കർത്താവെ? ക്രൂശിൻ്റെ ആകൃതിയിൽ മഹത്വത്തിൻ്റെ തണലിൽ അവർ വാഗ്ദത്തത്തിലേക്കാണ് പോകുന്നത്. ഓ കമാൻ, ഹല്ലേലൂയ. ദൈവം എല്ലാം കാണിച്ചു കൊടുത്ത്. അതാരാ കർത്താവേ? അത് എൻ്റെ പുരോഹിതന്മാരാ. എവരാരാ? ഇത് രാജാക്കന്മാരാ. സ്തോത്രം. അവരാരാ? അത് ന്യായാധിപന്മാരാ. ദൈവം എല്ലാവരെയും കാണിച്ചു കൊടുത്ത്. ഒരു ദിവസം സ്തോത്രം, ഒരു ചെറുക്കനിതാ അത് യുദ്ധത്തിന് വേണ്ടി വരികയാണ്. അവൻ്റെ കയ്യിൽ കല്ലും കമണിയുള്ളൂ. ഹാനോക്ക് പറഞ്ഞാണ്, ആ ചെറുക്കൻ്റെ കാര്യം തീർന്നു കർത്താവ്, ആ ചെറുക്കൻ്റെ പരിപാടി തീർന്നു. സ്തോത്രം. എന്നാൽ കർത്താവ് പറഞ്ഞു, എന്നോ യുദ്ധം ചെറുക്കൻ്റെതല്ല, യുദ്ധം എൻ്റെതാ. ഇപ്പം നോക്കിയോ, അയ്യോ മല്ലം വീണല്ലോ കർത്താവേ. 17 വയസ്സ് പ്രായമുള്ള ചെറുക്കൻ്റെ മുമ്പിൽ മല്ലം വീണല്ലോ. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിക്കുന്ന നിയമത്തിൻ്റെ ഓരോ ഏടുകളും മേടുകളും ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ഹാനോക്കിന് മുഴുവൻ കാണിച്ചു കൊടുത്തു. അതാണ് യൂദയുടെ ലേഖനത്തിൽ നിങ്ങൾ വായിച്ചത്. അന്ത്യകാലം വരെ ഉള്ളത് മുഴുവൻ കാണിച്ചു കൊടുത്തു. അർത്ഥം പഴയ നിയമം ഓൾഡ് ടെസ്റ്റ്മെന്റ് മുഴുവൻ ദൈവം ഹാനോക്കിന് കാണിച്ചു കൊടുത്തു. ദെർ വാസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ. അത് മലാക്കിക്കും മത്തായിക്കും മധ്യത്തിൽ ഒരു നിശബ്ദതയുണ്ടായി. പെട്ടെന്നൊരു പാട്ട് കേട്ടോ. ആ പാട്ട് കേട്ടപ്പോൾ ഹാനോക്ക് പറഞ്ഞു, കൊള്ളാമല്ലോ കർത്താവ്, എന്തൊരു പാട്ട്. ജോയ് ടു ദ കിങ് ഹാസ് കം. നല്ല പാട്ട് കർത്താവേ. അയ്യോ എന്തൊരു ചെറുക്കൻ, എന്തൊരു ശിശുവാ ജനിച്ചത്. കൊള്ളാമല്ലോ കർത്താവേ. സ്തോത്രം. പറഞ്ഞുതരാ ഹാനോക്കെ, പറഞ്ഞുതരാം. സർപ്പസന്തതികളെ കൊച്ചു ഞെട്ടി. സ്തോത്രം. ഭൂതം എത്ര ഭയങ്കരമായിട്ട് ഞെട്ടിക്കാണ്. എന്തൊരു സ്തോത്രം. അതെ പ്രസംഗം കർത്താവേ, എന്തോ പ്രസംഗം. സർപ്പസന്തതികളെ എന്തോ ഒരു പ്രസംഗം കർത്താവേ. അതെൻ്റെ ബുൾഡോസറാ. ഇല്ലാത്ത വഴിയെ ഉണ്ടാക്കുന്ന ബുൾഡോസറാ. ഓ കമാൻ, സ്തോത്രം. അപ്പോൾ വഴിയെ ഉണ്ടാക്കുന്നവന് എത്ര അധികാരമെങ്കിൽ വഴിയിലൂടെ വരുന്നവൻ എത്ര വലിയ അധികാരമായിരിക്കും. വഴിയിലൂടെ വരുന്ന അതാരാ കർത്താവേ? സ്തോത്രം. സ്നാനപ്പെടാൻ പോകുന്ന ആരാ? സ്നാനപ്പെടാൻ അത് ആശാരി എന്നാണ് നാട്ടുകാർ വിചാരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞുതരാം. പക്ഷെ അവൻ വെള്ളത്തിൽ പോയി മുങ്ങി പൊങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് സ്വർഗം തുറന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. റിയലി? ഇതുവരെ നീ പറഞ്ഞില്ലല്ലോ ഇത് നിൻ്റെ പ്രിയപുത്രനോ? നിന്നെ പോലെ ഇരിക്കുന്നു കർത്താവേ, നിന്നെ പോലെ ഇരിക്കുന്നു. എന്തിനാ കർത്താവേ പോയെ? അത് എന്നെ പോലെ എന്ന് പറയാതെ ഹാനോക്കെ, അത് ഞാൻ തന്നെ. എന്നെ പോലെ എന്ന് പറയാതെ ഹാനോക്കെ, ഞാൻ തന്നെ. എന്താ കർത്താവേ നീ വേഷത്തിൽ മനുഷ്യരായി പോയ കാര്യം എന്താ? നിന്റെ വലിയപ്പച്ച എന്നെ തേച്ചു. കമാൻ, നിന്റെ വലിയപ്പച്ചൻ ആദം എന്നെ തേച്ചു. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. ആദം എന്നെ തേച്ച ദിവസം ഞാൻ നിലവിളിച്ചു കരഞ്ഞു, ആദാമേ നീ എവിടെ? ഒരുപാട് നിലവിളിച്ചു. മനുഷ്യന് എനിക്ക് നഷ്ടപ്പെട്ടു. ഐ മീൻസ് മാൻ. മനുഷ്യൻ എനിക്ക് നഷ്ടപ്പെട്ടു. അന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ വേഷത്തിൽ മനുഷ്യനെ നേടാൻ ഈ ലോകത്തിലേക്ക് കടന്നു വരും. അയ്യോ അവരെ നിന്നെ പിടിക്കുന്നല്ലോ, അവരെ നിന്നെ അടിക്കുന്നല്ലോ, അവരെ നിന്നെ ക്രൂശിക്കുന്നല്ലോ. സാരമില്ല ഹാനോക്കെ, 3 ദിവസമല്ലേ. 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇങ്ങ് വെളി വരത്തില്ലയോ? അയ്യോ ആരും ഉയർത്തില്ല, നീ മാത്രം ഉയർത്ത് കർത്താവേ. അടുത്തിരിക്കുന്നിടത്തോട്ട് പറ, മുഴുവൻ കണ്ടു. ഹാനോക്ക് മുഴുവൻ കണ്ടു. പെട്ടെന്ന് പറഞ്ഞേ, ഹാനോക്ക് മുഴുവൻ കണ്ടു. അവന് ഉയർത്തെഴുതി. കർത്താവേ അത് ആരാ ജനം? ആ ജനം ആരാ കർത്താവേ? അതാണ് എൻ്റെ പുതിയ നിയമസഭ. അയ്യോ അവരെ പറക്കുന്നല്ലോ കർത്താവേ. അതാണ് റാപ്ചർ, അതാണ് ഉൾപ്രാവണം. അവർ പറക്കുക. മുഴുവൻ കണ്ടു. അയ്യോ അതെന്തോ വരുന്നത്? അതെൻ്റെ പേരാണ് അന്ത്യ ന്യായവിധി. മുഴുവൻ കാണിച്ചു കൊടുത്തു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം കഥ കേട്ടിരിക്കല്ലേ.
നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ അതെ, നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഗൾഫ് ന്യൂസിന് ഇല്ലാത്തത്, ഖലീജ് ടൈംസിൽ പ്രിന്റ് ചെയ്യാത്തത്, ഏഷ്യാനെറ്റ് പറയാത്തത്, BBC CNN പറയാത്തത്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ദേശത്തിൽ നടക്കാൻ പോകുന്നത് നിനക്ക് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. വെളിപ്പാടിൻ്റെ കലവറകൾ തുറക്കുമാറാകട്ടെ. കമാൻ, വെളിപ്പാടുകളെ കലവറകൾ തുറക്കുമാറാകട്ടെ. ദൈവ ശബ്ദത്തിൻ്റെ കലവറകൾ തുറക്കുമാറാകട്ടെ. ദൈവത്തോട് കൂടെ നടക്കുന്ന അവസ്ഥകൾ, അനുഭവങ്ങൾ ദൈവകൃപയാൽ ഉണ്ടാകുമാറാകട്ടെ. ഹനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, കണ്ണുകൾ തുറക്കപ്പെടട്ടെ. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്ക്. കണ്ണുകൾ തുറക്കപ്പെടട്ടെ. അതേ, കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ദൈവശബ്ദം കേൾക്കാൻ ചെവികൾ തുറക്കപ്പെടട്ടെ. ആത്മമണ്ഡലം തുറക്കപ്പെടട്ടെ. പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ ദൈവശബ്ദം കേട്ട് നടക്കുവാൻ. ശബ്ദം ഉയർത്തി. എല്ലാ യുവതികളും പ്രാർത്ഥിക്കുക. എല്ലാ യുവാക്കളും പ്രാർത്ഥിക്കുക. അന്യഭാഷകളെ പ്രാർത്ഥിക്കുക. ശബ്ദം ഉയർത്തി അന്യഭാഷകളെ പ്രാർത്ഥിച്ച് പോരാ. കരങ്ങളടിക്കുന്നവർ നന്നായി കരങ്ങളടിച്ച്, അന്യഭാഷ പറയുന്നവർ ശബ്ദം ഉയർത്തി പറഞ്ഞേ. പ്രാപിക്ക. കരിക്കട്ടകൾ കനൽ കട്ടകളാകട്ടെ. പകർച്ച. ഏറ്റെടുക്ക്. Yes. Fire. ജ്വലനം. हम तो लोको नो रोको से आशा सा जीना राम दे. अस्तुगलम नगरग जगदिगल जगरारग जगदिगलम सगने रगलो बिरबम सगरो रो. In the name of Jesus, സഹോദരന്മാർ തമ്മിൽ ആ കരങ്ങളൊന്ന് കോർത്തു പിടിച്ച് സ്തോത്രം. അതേ, 1 മിനിറ്റ് അന്യഭാഷകളിൽ ശക്തിയോടെ പ്രാർത്ഥിച്ച്, ഇടതും വലതും കരങ്ങളെ കോർത്തു പിടിച്ച് ആത്മനിറവിൽ പ്രാർത്ഥിച്ച്. ഓ, ചുറ്റുമുള്ളവർ നിങ്ങളുടെ ശബ്ദം കേൾക്കട്ടെ. ആത്മനിറവിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ നടക്കുന്ന ഒരു കൂട്ടം, ആത്മാവിൽ സംസാരിക്കുന്ന ഒരു കൂട്ടം, ആത്മശബ്ദം കേൾക്കുന്ന ഒരു കൂട്ടം, ദൈവശബ്ദം കേൾക്കുന്ന ഒരു കൂട്ടം. ഇന്ന് പകൽ മുതൽ സ്വർഗം തുറക്കുന്നു. ഇന്ന് പകൽ മുതൽ സ്വർഗീയ ചേംബർ തുറക്കുന്നു. ഇന്ന് പകൽ മുതൽ ആത്മമണ്ഡലം നിനക്കായി തുറന്നു വരുന്നു. കമാൻ, ശബ്ദം ഉയർത്തി. കമാൻ, ശബ്ദം ഉയർത്തി വായു തുറന്ന് 30 സെക്കൻഡ് ശക്തിയോടെ വിളിച്ചു പറ. ദൂതന്മാർ ഇറങ്ങി വന്ന് നിന്റെ നാവുകളെ തൊടുന്നു. ദൂതന്മാർ ഇറങ്ങി വന്ന് നിന്റെ അധരത്തെ തൊടുന്നു. തീനാവുകൾ. Tongue of fire. അഗ്നിനാവുകൾ. ആയിരങ്ങളോട് നീ പ്രവചിക്കും. ദേശങ്ങളോട് നീ പ്രവചിക്കും. പട്ടണത്തോട് നീ പ്രവചിക്കും. രാജ്യങ്ങളോട് നീ പ്രവചിക്കും. Come on. ഇന്ന് പകൽ അത്ഭുതപ്പ് വീഴുന്നു. ദൈവശബ്ദം, ദൈവശബ്ദം. Receive that in Jesus' name. ശബ്ദം ഉയർത്തി.
പ്രാപിക്ക. നീ മാറുന്നു, നിന്റെ ജീവിതം മാറുന്നു, നിന്റെ അവസ്ഥ മാറുന്നു, നിന്റെ ശുശ്രൂഷ മാറുന്നു. Receive in Jesus' name. രണ്ട് കരങ്ങളെ ഉയർത്തിയാട് അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ലിറ്ററലി, അക്ഷരീകമായി ഇന്ന് പകൽ മുതൽ അങ്ങയോട് കൂടെ നടക്കുന്ന അനുഭവം, അങ്ങയോട് കൂടെ നടക്കുന്ന അനുഭവം, അങ്ങയോട് കൂടെ നടക്കുന്ന അനുഭവം. Walking with God, walking with God, moving with God, moving with God. അങ്ങയോട് ചലിക്കുന്ന, അങ്ങയോട് നടക്കുന്ന അനുഭവം, ദൈവശബ്ദം കേട്ട് നടക്കുന്ന അനുഭവം എല്ലാവരിലും ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. 300 സംവത്സരം കൂടെ നടന്നവൻ നടന്ന് അവസാനം ദൈവത്തിൻ്റെ വീടിൻ്റെ വാതിക്കലെത്തി. എല്ലാ ദിവസവും അനൊക്കെ ഞാൻ നിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു, ഇന്ന് നീ എൻ്റെ വീട്ടിൽ വാ. ദൈവം അവനെ എടുത്തു, പിന്നെ അവനെ കണ്ടില്ല. ദൈവത്തിൻ്റെ വീട്ടിലേക്ക് അവൻ നടന്നു കയറി, പിന്നെ ആരും കണ്ടില്ല. മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ശേഷം വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ അത്ഭുതം, ഒരു മനുഷ്യനെ ജീവനോടെ ദൈവം എടുത്തു. മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ശേഷം ഒരു മനുഷ്യനെ ദൈവം സ്വർഗത്തിലേക്ക് ജീവനോടെ എടുത്തു. So let us also walk with God. ദൈവത്തോട് ചേർന്ന് നടക്കാം. God bless you.